ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ ദൈവം നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ചില പ്രതികൂലങ്ങളുടെ മധ്യയിൽ നമ്മൾ ആരാധിച്ചപ്പോൾ ഇന്ന് കർത്താവ് നമുക്കൊരു വിശാലത തന്നു. കാലങ്ങൾ കൊണ്ട് വീടുന്ന് ആരാധിക്കുന്ന രീതിയിലേക്ക് ദൈവം നമ്മളെ മൈൻഡിനെ ദൈവം മാറ്റി. ദൈവം നമ്മളെ ഉറപ്പിച്ചു, ബലപ്പെടുത്തി. ദൈവം നമ്മളെ ജീവിതത്തിനകത്ത് അമ്മയുടെ സ്തോത്രം വലിയ വാഗ്ദത്തങ്ങളെ, നന്മകളെ, അനുഗ്രഹങ്ങളെ ഇന്ന് പകൽ കർത്താവ് നമുക്കായി എന്ത് ചെയ്തെന്ന് പകർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കാൻ പറ്റും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതം അനുഭവിക്കാൻ പറ്റും. ഇന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനകത്ത് നിശ്ചയമായി ആര് പ്രാർത്ഥന കേൾക്കും? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച എഴുന്ന ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവം പറഞ്ഞ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂത് എലീശ ഏലിയാവിൽ നിന്ന് ദൈവത്തിന്റെ ദൂത് കേട്ടു. ദൈവത്തിന്റെ ദൂത് ഏലിയാവിൽ നിന്ന് എലീശ കേട്ടു. എലീശ കേട്ടു. സ്തോത്രം. കേട്ടുടനെ ഏലിയാവിൽ നിന്ന് എലീശയ്ക്ക് എന്തില്ല ലഭിച്ചു. അവരോട് പറഞ്ഞ ദൂതെന്ന് പറഞ്ഞെന്തുവാ? നടക്കാൻ പോകുന്ന സംഭവം, ദൈവം നമ്മളെ കരങ്ങളിലേക്ക് തരാൻ പോകുന്ന സംഭവം, നമ്മുടെ ചിന്തകൾക്കോ ബുദ്ധികൾക്കോ കവിയുന്നതിന് അപ്പുറമായുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാൽ, നന്മകളാൽ നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ നിനക്ക് തരുന്ന അനുഗ്രഹമാണ് ദൂത്. അപ്പൊ ദൂത് കേട്ട ഉടനെ ദൂത് കിട്ടത്തില്ല. ദൂത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ദൂതിലേക്ക് നമ്മളെ കൊണ്ടുവരണം. നമ്മൾ ദൂതിലേക്ക് അല്ല വരണത്, ദൂതിലേക്ക് ആര് വരണം? നമ്മൾ വരണം. നമ്മൾ ദൂതിലേക്ക് വരണം. വരണമെങ്കിൽ മാത്രമേ ദൂത് ആര് തരത്തുള്ളൂ? ദൂത് തരത്തുള്ളൂ. ദൈവം കേൾപ്പിച്ചു. നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നിന്നോട് പറഞ്ഞു. ഒരിക്കലും നിന്റെ ബുദ്ധിക്കോ ചിന്തകൾക്കോ കഴിയുന്നതിന് അപ്പുറമുള്ള അനുഗ്രഹങ്ങളെ നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ ദൈവം നിന്റെ കുടുംബത്തെ കണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ദൈവം നമ്മളോട് പറഞ്ഞു. ഇത് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൂതിലേക്ക് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? മാറണം. കർത്താവേ, ആ ദൂത് ഞാൻ പ്രാപിക്കും. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ദൂത് ഞാൻ പറയാം. 2025 5-ാം മാസത്തിനകത്ത് നിൽക്കുമ്പോൾ ഇന്ന് പകല് പ്രാർത്ഥിച്ചോണം. ദൈവമേ, എന്റെ പ്രവചനം എനിക്ക് തരണം. എന്റെ പ്രവചനം എനിക്കുള്ളതാണ്. എന്റെ ദൈവം എനിക്കുമായിട്ട്, ദൈവജ്ഞാനമായിട്ടുള്ള ബന്ധത്തിനകത്ത് എന്റെ ദൈവം എനിക്ക് തന്നതാണ് എന്റെ പ്രവചനം. എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ ദൈവത്തിന്റെ ദൂത് ഞാനും എന്റെ കുടുംബവും പ്രാപിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്തായാലും ഇന്ന് പകൽ അത് അടിഞ്ഞു മാറിയ പറ്റുള്ളൂ. ആ പ്രവചനത്തിന്റെ വാഗ്ദത്തം ദൈവത്തിനകത്ത് ഇന്ന് പകൽ നിവർത്തിയായ പറ്റൂ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാരങ്ങളും ഈ യേശുവിന്റെ നാമത്തിൽ അഴിയണം. ആ പ്രവചനം എനിക്ക് എന്റെ കുടുംബത്തിന് പ്രാപിക്കണം. എല്ലാ തുകകളും യേശുവിന്റെ നാമത്തിൽ ഒരു ശക്തിക്ക് എത്തുവാൻ കഴിയത്തില്ല. ഇത് പ്രവചനമേൽപ്പിക്കുന്നു. എനിക്കെതിരെ ഈ യേശുവിന്റെ നാമത്തിൽ അടിയത് ആ പ്രവചനം ഞാനും എന്റെ കുടുംബവും പ്രാപിക്കണം. സ്തോത്രം. പ്രവചനം എന്ത് ചെയ്തില്ല? മാറിപ്പോത്തില്ല. പ്രവചനം മാറിപ്പോത്തില്ല. പലപ്പോഴും നമ്മളാണ് പ്രവചനത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. പ്രവചനം എന്ത് ചെയ്യത്തില്ല? മാറിപ്പോത്തില്ല. ഇന്ന് പകൽ ഓർത്തോ, ദൈവമക്കളെ, എന്നെ എന്റെ കുടുംബത്തെ
എന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന്റെ ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവചനം എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകില്ല. അത് മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ആകാശം മാറും, ഭൂതലം മാറും, എന്റെ തിരുവചനം മാറത്തില്ല. ദൈവ തിരുവചന പ്രകാരം തന്നെ പ്രവചനങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ പ്രവചനത്തിനകത്ത് ദൈവം പറഞ്ഞ പ്രവചനത്തിനകത്ത് ഒരു മാറ്റവും വരത്തില്ല. ഒരു മാറ്റവും വരത്തില്ല. എന്നെ കുടുംബത്തെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂതിൽ ഒരു മാറ്റവും വരത്തില്ല. ആ ദൂതിലേക്ക് ഞാൻ മാറണം. ആ മാറുവാനുള്ള കൃപ എനിക്ക് പകരണം. എനിക്കതിനകത്ത് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. എലീശ വിളിച്ചു വേദനിച്ചപ്പോൾ അവനുള്ളതിനെ എല്ലാം വിട്ട്, പുതിയ നിയമത്തിനകത്ത് ദൈവം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരുവൻ അനുഗമിക്കുന്നുവെങ്കിൽ സകലതും തെളിച്ച് സകലതും വിട്ട് ആരുടെ പിന്നാലെ പോകണം? യേശു ക്രിസ്തുവിന്റെ പിന്നാലെ പോകണം. അവനെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. യേശു ക്രിസ്തുവിനെ സ്വന്തം ലക്ഷ്യമായി സ്വീകരിച്ച് ദൈവത്തിന്റെ പൈതലായി തീർന്ന, ദൈവത്തിന്റെ പൈതലായി നമ്മൾ അവൻ ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സകലതും വിട്ട്, കർത്താവ് പറയ സകലതും ത്യജിച്ച് എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടങ്ങളെ എല്ലാം ത്യജിച്ച് നീ ആരുടെ ഇഷ്ടത്തിലേക്ക് മാറണം? യേശു ക്രിസ്തുവിന്റെ ഇഷ്ടത്തിലേക്ക് മാറണം. ഇഷ്ടത്തിലേക്ക് മാറുകയല്ല ആരനുഗ്രഹിക്കുന്നത്? ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയാ സകലം ത്യജിച്ച് നീ എന്റെ മാർഗത്തിലേക്ക് വരണം. എന്തെടുത്തോണ്ട് വരണം? ക്രൂശ് എടുത്തോണ്ട് വരണം എന്ന് പറഞ്ഞാൽ, ക്രൂശിൽ കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്ന കഷ്ടവും പ്രയാസം സങ്കടങ്ങളെല്ലാം അനുഭവിക്കുവാൻ വേണ്ടി ആര് തയ്യാറാവണം? നമ്മൾ തയ്യാറാവണം. എന്ന് പറഞ്ഞ കഷ്ടത്തിലേക്കും പ്രതികൂലത്തിലേക്കും ആര് തള്ളിവിടത്തില്ല. കർത്താവ് തള്ളിവിടത്തില്ല. പ്രതികൂലം, പ്രയാസം, കഷ്ടങ്ങളെല്ലാം നമ്മളെ ജീവിതത്തിൽ വന്നാലും അതിനെ ആര് മാറ്റും? ദൈവം മാറ്റും. ഇന്നിവിടെ പറഞ്ഞൊരു യോബിന്റെ ചരിത്രത്തിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. അവൻ ചൊറി പിടിച്ച്, അവന്റെ ശരീരം മുഴുവനും ചൊറി പിടിച്ച് ചൊറിയാൻ പറ്റാതെ വന്നപ്പോൾ അവനൊരു ഓട് കഷ്ണം എടുത്ത് ചൊറിയുമോ? വേഗം ചൊറിഞ്ഞോണ്ടിരിക്കും. അതിനു മുമ്പേ അവതരണത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോ മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു, രോഗിയായി തീർന്നു. മാരാരോഗിയായി തീർന്നു. ആരായിരുന്നു? ഏറ്റവും അനുഗ്രഹപ്പെട്ടവനായിരുന്നു. ദൈവത്തിന്റെ ഏറ്റവും നീതിമാനെന്ന് വിളിക്കേട്ടവനായിരുന്നു. ദൈവത്തിന്റെ വാവുകൊണ്ട് നീതിമാനെന്ന് വിളിക്കേട്ടവനാണ് യോബ്. ശ്രേഷ്ഠനാണ് യോബ്. ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവനാണ് യോബ്. എങ്കിൽ ദൈവം അവനെ പരീക്ഷിക്കുവാൻ പിശാചിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചപ്പോൾ പിശാച് പറഞ്ഞു, നീ അവന് അനുഗ്രഹം കൊടുക്കുന്നതുകൊണ്ട്, നന്മ കൊടുക്കുന്നതുകൊണ്ട് നിന്റെ കൂടെ നിൽക്കുന്നത്. അവനൊരു തിന്മ കൊടുക്ക്, ഒരു പ്രതികൂലം കൊടുക്ക്, ഒരു പ്രയാസം കൊടുക്ക്, അവൻ എന്ത് ചെയ്യും? നിന്നെ ത്യജിച്ചു പറയും. സ്തോത്രം. നിന്നെ ത്യജിച്ച് പറയും. നിന്നെ അവൻ ഉപേക്ഷിക്കും. ഞാനും ഒരു ദൈവപൈതലുമായിട്ടുള്ള ബന്ധം നിനക്കറിയത്തില്ല പിശാചേ. കർത്താവ് അങ്ങനെ പറഞ്ഞേ, ഞാനും എന്റെ ദൈവപൈതലുമായിട്ടുള്ള ബന്ധം, ഒരു ദൈവമായിട്ടുള്ള ബന്ധം നിനക്കറിയത്തില്ല. കാര്യം എന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ഒന്നിനും മാറ്റം വരുത്തിയിട്ടില്ല. എന്നെ പോലെ അവനെ സൃഷ്ടിച്ചിരിക്കുക. അതുകൊണ്ട് ആദാമെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ എന്ത് കൊടുത്തത്? അധികാരം കൊടുത്തത്. സകലതും കർത്താവ് ഉണ്ടാക്കിയിട്ട് അതിന്മേലെല്ലാം ഭരിക്കാനുള്ള അധികാരം ആർക്കാ കൊടുത്തേ? മനുഷ്യനാ കൊടുത്തേ. സ്തോത്രം. മനുഷ്യനാ കൊടുത്ത് ദൈവം കണ്ടുപിടിച്ചതിനകത്ത് മുഴുവനും അധികാരം ആരാ കൊടുത്തേക്കുന്നത്? മനുഷ്യൻ തീരുമാനിക്കുന്ന പ്രകാരം അധികാരം. അപ്പൊ കർത്താവ് പറഞ്ഞു, അവൻ എന്നെ തള്ളി പറയുമോ? നമുക്ക് നോക്കാം. തിന്മ കൊടുത്താൽ അവൻ എന്നെ തള്ളി പറയുമോ? എടാ, അങ്ങനെയുള്ള ബന്ധമല്ല ഞാനും അവനും. ഇന്ന് പകൽ ദൈവം ഞാനുമായിട്ട് അങ്ങനെയുള്ള ബന്ധമാണോ? തിന്മ വരുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ പുറകുറുക്കുന്നവരാണോ? തിന്മ വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയുന്നവരാണോ? തിന്മ വരുമ്പോൾ എന്തുവാ ഇങ്ങനെ വന്നതെന്ന് പറയുന്നവരാണോ? ആണെങ്കിൽ ഇന്ന് പകൽ മാറ്റിക്കോണം. കാര്യം എന്തുവാ? തിന്മയും ദൈവം തരുന്നതാണ്. നന്മയും ആര് തരുന്നതാണ്? ദൈവം തരുന്നതാണ്. നിന്റെ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടിയാണ്, നീ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം കൂടുതലിന് വേണ്ടിയാ തിന്മ നിന്റെ ജീവിതത്തിനകത്ത് വരുന്നത്. അല്ല, ദൈവം നിന്നെ കൈവിട്ടത് കൊണ്ടല്ല, നിന്റെ ദൈവം ആരെന്ന് നിനക്ക് അറിയാൻ വേണ്ടിയാണ്. ഇന്ന് ഒരു കാര്യം ഓർത്തോട്ടെ ദൈവമക്കളെ, കുറച്ച് നാളൊന്ന് ബാക്കിലോട്ട് ചിന്തിക്കും. ഞാൻ ഏത് അവസ്ഥയ്ക്കാണ്? ഞാൻ എന്റെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോ മുതൽ ഞാൻ അറിഞ്ഞപ്പോ മുതൽ
അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പേ അറിഞ്ഞതാ. എന്റെ കുടുംബത്തിനകത്ത് ഞാൻ ഉണ്ടാവുന്ന മുമ്പേ എന്നെ അറിഞ്ഞതാ. പക്ഷേ യേശുക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞപ്പോ മുതൽ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തിന് അപ്പുറമായ ഒരു സമാധാനം വേറെ ഉണ്ടോ? നമ്മൾ കൂട്ടിയാൽ കൂടുന്ന സമാധാനമാണോ ദൈവം തരുന്ന സമാധാനം? ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ കൂട്ടിയാൽ കൂടുന്ന രീതിയിലുള്ളതാണ്. നമ്മൾ കൂട്ടിയാലും നമ്മൾ വരുത്തിയാലും ഒന്നും വരുന്നതല്ല. സമാധാനം സന്തോഷമല്ല ദൈവം തരുന്നത്. ദൈവം തരുന്ന സന്തോഷത്തിന് അപ്പുറത്തൊരു സന്തോഷം വേറെ ഇല്ല. നമ്മൾ പലരും ചിന്തിച്ചു, പല കാര്യങ്ങളും നമ്മൾ ചെയ്തു, മുന്നിലോട്ട് ഓടി, അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ കർത്താവിനെ എന്ന് കൂട്ടുപിടിച്ചു, എന്നെ കർത്താവിന്റെ കൂടെ ഉണ്ട്, കർത്താവിനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ എന്തും പിടിച്ചാലും പരാജയം എന്ന് തോന്നുന്നിടത്ത് എനിക്ക് ദൈവം എന്ത് തന്നിട്ടുള്ളൂ? വിജയമേ തന്നിട്ടുള്ളൂ. സ്തോത്രം, വിജയമേ തന്നിട്ടുള്ളൂ. ഒരു നിസ്സാരത്തിന് നോക്കിക്കോ, ഒരു മൂക്കിപ്പനി വന്നാൽ മതി ഈ ലോകത്ത് വിട്ടുപോയി. നമുക്ക് എത്ര വലിയ വന്നിട്ടുണ്ട്, എത്രയെല്ലാം വലിയ വലിയ അമികാലിലെ അസുഖങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പോലും അറിയാത്ത രീതിയിലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ആര് വിടുവിച്ചിട്ടുണ്ട്? കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. വേദന അനുഭവിക്കാതെ ദൈവം വഴി നടത്തിയിട്ടുണ്ട്, ഇല്ലയോ? വേദന അനുഭവിക്കാത്ത ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവമക്കൾ അമികാലിലെ വിശ്വത്തെ കർത്താവിനെ അറിഞ്ഞിട്ട് അമികാലിൽ ലോകത്തൊന്ന് മാറ്റപ്പെടുമ്പോൾ അവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നേരത്തെ വന്നവർ ഭാഗ്യവാന്മാർ. കാര്യമോ? ഈ പാപലോകത്തിൽ കിടന്ന് നരകിക്കുന്നതിനെ കാട്ടി നേരത്തെ കർത്താവിന്റെ സന്നിധി വന്നവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഭാഗ്യവാന്മാർ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ സന്നിധി ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? ചുമ്മാ ചെല്ലത്തില്ല, ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും അവൻ കർത്താവിന്റെ ദൈവപൈതലായി അവൻ എന്ത് ചെയ്യണം? ജീവിക്കണം, മാറണം. അവൻ ദൈവത്തെ അറിയണം. അവന്റെ മനസ്സുകൊണ്ട് അവൻ ആരെ ഏറ്റെടുക്കണം? കർത്താവിനെ ഏറ്റെടുക്കണം. അപ്രകാരം മാറുന്നവനെ ആർക്ക് വേണം? കർത്താവിന് വേണം, കർത്താവിന് വേണം, കർത്താവിന് വേണം. സ്തോത്രം. ഞാൻ ഓർക്കുക, എലീശ ദൂത് കേട്ട് ഏലിയാവ് ദൂതിന്ന് പലപ്പോഴായിട്ട് അവനെ മാറ്റാൻ നോക്കി. അവൻ മാറിയോ? അവനോട് വന്ന് നീ വിടുതിക്ക്, എനിക്ക് പോകണം, ഒരു യാത്രയുണ്ട്. എലിശ കൊണ്ട് ഞാനിത് സത്യം പറയുമെങ്കിൽ ഏലിയാവ് ഓരോ സ്ഥലത്ത് വരുമ്പോഴും ആഹാരം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങുമ്പോഴും എലിശ ഉറങ്ങുന്നില്ല. കാര്യമുള്ളൂ. എലിശയുടെ ആവശ്യമാണ്, ഏലിയാവിന്റെ ആവശ്യമല്ല. എലിശയുടെ ആവശ്യമാണ് ദൂത് പ്രാപിക്കണം, ദൂത് പ്രാപിക്കണം. അയ്യോ, ആ ഏലിയാവ് എന്നോട് പറഞ്ഞ ദൂതാണല്ലോ, സ്വർഗത്തിലെ ദൈവം പറഞ്ഞ ദൂതാണല്ലോ ഏലിയാവ് വന്ന് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. സ്തോത്രം. ഏലിയാവും കിടന്നുറങ്ങുന്നു, ഞാനും ഉറങ്ങും. പോന്നേരം ഏലിയാവ് എന്നെ തട്ടി വിളിക്കും. ഇല്ല, അതിനകത്ത് അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിനകത്ത് മനസ്സിലാക്കാൻ പറ്റും അവൻ അപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? ഉറങ്ങിയിട്ടില്ല. അമികാലിയ അവൻ എപ്പോഴും ജാഗ്രതയോടിരിക്കും. ഏലിയാവ് എഴുന്നേറ്റ് പുറം എനിക്ക് പോകണം, എനിക്ക് പോകണം. എനിക്ക് ക്ഷീണമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് എടുക്കാനോ അല്ല സമയം. എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയം എനിക്കുണ്ട്. ആ റെസ്റ്റ് എടുക്കേണ്ടത് എപ്പോഴാ? ദൈവത്തിന് പ്രാപിച്ചിട്ട്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. എലിശ ഉണർന്നിരിക്കുക. ഏലിയാവ് എപ്പോഴാ എണീച്ചു പോകുന്നത്? അപ്പോഴേ എന്ത് ചെയ്യണം? പുള്ളി പോകണം. അപ്പൊ ഞാൻ ഉറക്കോ ഇല്ല, ഒന്നുമില്ല. നമ്മളാണെങ്കിൽ പറയും ഏലിയാവ് പോകുമ്പോ എന്നെ വിളിക്കണം എന്ന് പറയും. നമ്മുടെ സ്വഭാവം അതെങ്കിൽ പറയും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? ഏലിയാവിന്റെ ആയിട്ട് സുഖമായിട്ട് എന്ന് പറയും. അതുകൊണ്ടാണ് പല നന്മകളും ആരെയും പ്രാപിക്കാത്തത്. കർത്താവ് യേശുവിനെ പിടിക്കപ്പെടുന്ന മുമ്പേ, കർത്താവ് യേശുവിനെ തനിച്ച് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ട് ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് ഇരുത്തിട്ട് പറഞ്ഞു, ഞാൻ അല്പം മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കാൻ പോവാം, പിതാവിനോട് പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങൾ പരീക്ഷയെ അകപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആ വാക്ക് ശ്രദ്ധിച്ചോണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷ മുമ്പേ കർത്താവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ പിടിക്കപ്പെടാൻ പോകും. അതാ പ്രവചനം. നടക്കാൻ പോകുന്ന സമയമാണ് പറയുന്നത്. പ്രവചനം പറയുമോ? യേശുവിധം പറയുക, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്നെ എന്ത് ചെയ്യാൻ പോകും? പിടിച്ചോണ്ട് പോകാൻ. അത് മാറ്റത്തില്ല. പ്രവചനം പിടിച്ചോണ്ട് പോകാൻ പോവാ. ഈ പിടിച്ചോണ്ട് പോകുമ്പോൾ എന്നോടൊപ്പം നിങ്ങൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? പരീക്ഷ ചെയ്യും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്ടു പോകും. എന്നെ എന്ത് ചെയ്യും? ഇട്ടിട്ട് നിങ്ങൾ പോകും. ഒരാൾ അവിടുന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എന്ത് പറഞ്ഞു? ചത്താലും ഞാൻ പോകില്ല, കൂടെ കാണും.
ഈ ചിലർ മറുപടി എല്ലാം പറയും. ഞാൻ ദൈവസന്നിധി മറുപടി പറയുമ്പോൾ, ഒരു ദൈവസന്നിധി ഒരു കാര്യം പറയുമ്പോൾ, ദൈവമക്കളോട് ഒരു കാര്യം പറയുമ്പോൾ മറുപടി പറയുമ്പോൾ സൂക്ഷിച്ചേ മറുപടി പറയും. ആരോടായി പറയുന്നത്? ആരോടാ പറയുന്നത്? ആരാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവ്. കർത്താവ് കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട്, കർത്താവിന് നമ്മളെ ഇഷ്ടമുണ്ട്, കർത്താവിന് നമ്മൾ പ്രിയപ്പെട്ടവരാ. നമ്മുടെ കർത്താവ് നമ്മൾ സംസാരിക്കുന്നു പറയാം. ഉടനെ മറുപടി കേട്ട് കഴിഞ്ഞാൽ പറയണ്ടെന്നോ അതിലും വലിയ വിശ്വാസം പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങൾ ദൈവമക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ പ്രാപിക്കാൻ കഴിയാതെ. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിനകത്ത് യാക്കോബ് പറഞ്ഞത്, നിങ്ങൾ നാവിനെ കഴിഞ്ഞാൽ പോകണം. ചില നന്മയ്ക്ക് തടസ്സം എന്ന് ചില വാക്കാം, എഴുത്തിയാടിയുള്ള വാക്കാം. അതിന് എന്ത് ചെയ്യണം? പൊതുവെ ഒരു ഞാന് ഇട്ട്, ഒരു ചരടിട്ട്, അതിന്റെ വായ്പൂടെ ഇട്ട് അതിനെ നിയന്ത്രിക്കുന്നത് പോലെ ഒരു കപ്പലിനെ വെറും ഒരു ചുക്കാൻ കൊണ്ട് ഒരു സ്റ്റീറിംഗ് കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ ഒരു വലിയ കപ്പലാണ്. അതിന്റെ സ്റ്റീറിംഗ് ഒരു ചെറിയ അവയവം, പക്ഷെ അതിനെ കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ ശരീരം വലിയ ശരീരമാണ്, നമ്മുടെ ജീവിതം വലുതാണ്, നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന പ്രത്യാശ വലുതാണ്. ഇത് നഷ്ടപ്പെടുത്തുവാൻ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു ചെറിയ അവയവമാണ് എന്തുവാ? നാക്ക്. സംസാരം ആർക്കും ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, പിന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടും, കർത്താവിന് ഇഷ്ടപ്പെടും. ചില വാക്കുകൾ സൂക്ഷിച്ച് വേണം എന്ത് ചെയ്യട്ടെ? സംസാരിക്കും, ആലോചിച്ച്. അതുകൊണ്ട് കർത്താവ് പാമ്പിനെ പോലെ ബുദ്ധി, പ്രാവിനെ പോലെ നിഷ്കളങ്കതയുണ്ടാവണം. നിഷ്കളങ്കത ഉള്ള ദൈവമക്കളെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടി. എഴുത്തുകാരി സംസാരിക്കുന്നവരെയൊന്നും ആർക്ക് വേണ്ട? പ്രവൃത്തിയില്ല, സംസാരം മാത്രമേ ഉള്ളൂ, അവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട. ചിലടത്ത് പറയേണ്ട കാര്യം ചിലടത്ത് എന്ന് പറയത്തില്ല, പറയേണ്ടടുത്തെല്ലാം കയറി പറയും. അവരെ ആർക്ക് വേണ്ട? പറയുന്നിടത്ത് പറഞ്ഞോണം. കാര്യം ലജ്ജ കൂടാതെ തന്നെ ഉയർത്തുന്നവരെല്ലാം ആർക്ക് വേണം? ദൈവത്തിന് വേണം. ദൈവത്തിന് വേണം. സ്തോത്രം. ദൈവത്തിന് വേണം. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സംസാരിക്കുന്ന വാക്കുകൾ ആര് സൂക്ഷിച്ചോണം? ദൈവമക്കളെ നമ്മൾ സൂക്ഷിച്ചോണം. അത് ചിലപ്പോൾ നമ്മുടെ പ്രവചനത്തിന് അല്ലെങ്കിൽ നന്മയ്ക്ക് ഒരു തടസ്സമായി. അത് കിട്ടാൻ എന്ത് ചെയ്യും? തടസ്സമാണ്. ദൈവം പറഞ്ഞ പ്രവചനം മാറത്തില്ല, പക്ഷെ പ്രവചനം നമ്മളെ കരങ്ങളിലേക്ക് വരാൻ താമസം വരും. താമസം വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ താഴ്ത്തിക്കണം. നമ്മളെ തന്നെ എന്ത് ചെയ്യണം? താഴ്ത്തിക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്നവനെ ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. സ്തോത്രം. എലീശയോട് പറഞ്ഞു, ഏലിയ ഒരു സ്ഥലം വിട്ടു, അടുത്ത സ്ഥലത്തേക്ക് വന്നപ്പോൾ ആര്യ പറഞ്ഞു, നീ വിടുതി, എനിക്ക് വേറെ സ്ഥലത്ത് പോകണം. അപ്പോഴും എലീശ പറഞ്ഞു, എലിയവനെ അങ്ങ് ഉയർത്തി പറഞ്ഞു, യജമാനെ അങ്ങനെതാ യഹോവയുടെ ഇഷ്ടപ്രകാരം ഞാനും വന്നോട്ടെ. അപ്പൊ ഏലിയാവിനല്ല എലീശയെ അനുഗ്രഹിക്കേണ്ട കാര്യം, എലീശയ്ക്കാണ് അനുഗ്രഹം പ്രാപിക്കേണ്ടത്. ഇന്ന് പകൽ ഓർത്തോണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പ്രവചനം കേട്ട ഞാനാ, എനിക്കാണ് അനുഗ്രഹം പ്രാപിക്കേണ്ടത്, മറ്റാർക്കും ഉള്ളതല്ല അനുഗ്രഹം. അതെനിക്ക് പ്രാപിച്ചേ പറ്റത്തുള്ളൂ, പ്രാപിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ. സ്തോത്രം. പൊന്നൂന്റെ പ്രവചനം എങ്ങനെ ബലപ്പെട്ടോ? അതൊരു സാക്ഷ്യമാണ്. എന്തുവാ? പഠിക്കാത്ത കോഴ്സിനെ വരെ എഴുതി വായിച്ചു, പക്ഷെ പഠിക്കുന്ന കോഴ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് അതും അവിടെ ചെയ്യിപ്പിക്കും. ആ നന്മയെ ദൈവം കൊടുക്കും. പൊന്നു എനിക്കൊന്നും ഇപ്പൊ തിരുവനന്തപുരത്ത് പോകുന്ന പോലെ ദുബൈയിലെല്ലാം പോയിട്ട് സ്തോത്രം. തിരുവനന്തപുരത്ത് നമ്മൾ പോയിട്ട് വരുന്ന പോലെ ദുബൈയിലും പൊന്നുനെ കേൾക്കുന്നവരും കാണുന്നവരെല്ലാം ഓർക്കുന്നത്, പൊന്നു പോയതോ ഇന്നലെ ഞാൻ കണ്ടല്ലോ ഇവിടെ. സ്തോത്രമാലില്ല, ഇല്ല പോയി, അടുത്ത ആഴ്ച ഇവിടെ വന്നിട്ട് പോയി. സ്തോത്രം. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ആര് കൊണ്ടുപോയി? ദൈവം കൊണ്ടുപോയില്ലയോ? രണ്ടാമത് പോത്തില്ലെന്ന് പറഞ്ഞു കൊണ്ടുപോയോ? അവര് വിസ കൊടുക്കത്തില്ലെങ്കിൽ അടുത്ത വിസയായിട്ട് കയറിപ്പോയി. സ്തോത്രം. അടുത്ത വിസയായിട്ട് കയറിപ്പോയി അവരുടെ അടുത്തൊന്ന് സാധനം എടുത്തുകൊണ്ട് പോയി ജോലി സ്ഥലത്ത് പോയി. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. അത് ഇങ്ങനെ ശിശു ബലപ്പെട്ടു. ദൈവം കേട്ട ദൂതനും പ്രവചനത്തിന് വേണ്ടി കാത്തിരുന്ന് വാർത്തയ്ക്ക് ഓർക്കണം. ഇതേപോലെ നിമിഷ നേരം കൊണ്ട് ചിന്തിക്കാത്തത് തരുവാൻ ദൈവത്തിന് കഴിയും. വിദ്യാഭ്യാസമല്ല അവിടെ വിഷയം, കഴിവല്ല അവിടെ വിഷയം. വിദ്യാഭ്യാസമോ കഴിവോ കുടുംബശ്രേഷ്ഠതയൊന്നും അല്ല വിഷയം. ദൈവം ഒരുവരെ ഉയർത്തുവാൻ ആഗ്രഹിച്ചാൽ, ദൈവം ഒരുവരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാൽ, ദൈവം ഒരുവരെ അത്ഭുതം ആഗ്രഹിച്ചാൽ അവനെ ഒരിക്കലും ഒരു ശക്തി തകർക്കുവാൻ കഴിയുന്ന
പറയൂ, ദൈവം അവനെ അനുഗ്രഹിക്കാൻ വിളിച്ചിരിക്കുന്നത്. നിന്നെ ക്ഷീണിപ്പിക്കുന്ന വിഷയങ്ങൾ കാണും, നിന്നെ അപമാനിക്കുന്ന വിഷയങ്ങൾ കാണും, അപമാനത്തോടെ ക്ഷീണിച്ചവരും അവൻ ഒതുക്കി കൂട്ടുന്ന വിഷയങ്ങൾ കാണും, നിന്നെ ഒന്നിനും കൊള്ളത്തിലെന്ന് പറയുന്ന വിഷയം കാണും. ഇന്ന് പ്രിയ ദൈവമേ, നീ ബന്ധപ്പെട്ട് യേശു എന്നെ വിളിച്ചത്, യേശു എന്നോട് പ്രകടമാക്കിയിരിക്കുന്നത്, തമ്പുരാന് വേണ്ടി എന്നെ വിളിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നത്, എനിക്ക് ഞാനും എന്റെ കുടുംബം ആ ദൂത് പ്രാപിക്കാം. നീ ഒരു രോഗിയാണെന്ന് പറഞ്ഞ് പലരും നിന്നെ അപമാനിക്കാറുണ്ട്. നിന്റെ പാപം കൊണ്ട് വന്ന രോഗമാണെന്ന് പറഞ്ഞ് നിന്നെ അപമാനിക്കാറുണ്ട്. ഇന്ന് പകരം നീ വിശ്വസിക്ക്, ഞാൻ യേശുവിനെ പൈതല. ഒരു രോഗബന്ധനക്ക് എന്റെ ശരീരത്തെ ബന്ധിച്ചു വരുവാൻ കഴിയത്തില്ല. ഒരു നന്മ സ്ഥാപിക്കാൻ കഴിയാതെ എന്റെ കുടുംബം ബന്ധിക്കപ്പെട്ട് കിടക്കത്തില്ല. യേശുവിനെ അധികാരത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ചിലതവർക്ക് പൊട്ടി മാറട്ടെ, ചില വെല്ലുവിളികളെല്ലാം മാറട്ടെ. ദൈവത്തിന്റെ ശബ്ദത്തിൽ നടന്ന് വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ആലോചനയിൽ നടന്ന് വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ആലോചനയിൽ നടന്ന് വെളിപ്പെടട്ടെ. അത്ഭുതമോടെ ദൈവജനം നടത്തുക. ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനാണ്. നഷ്ടം ലാഭം എല്ലാം തരുവാൻ ആർക്ക് കഴിയും? എന്റെ ദൈവത്തിന് കഴിയും. എന്റെ നഷ്ടത്തെ ലാഭമാക്കുവാൻ കഴിയും, ലാഭത്തെ നഷ്ടമാക്കുവാൻ കഴിയും. ഇതെല്ലാം കഴിവുള്ള ഒരു കർത്താവിനെ ഞാൻ ആരാധിക്കുന്നത്, എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവിനെ ഞാൻ ആരാധിക്കുന്നത്. ഞാൻ വിളിച്ച് വേർതിരിക്കുക, അവൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്തോത്രം വ്യക്തിയല്ല, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അവൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നെ ഒരിക്കലും വലിയവത്തില്ല, ആർക്കും തകർത്തുകളയാൻ കഴിയത്തില്ല, തൊടുവാൻ കഴിയത്തില്ല. എന്റെ യേശു എനിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും, എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എലീശ ചുമ്മാത് പ്രാപിച്ചതല്ല, ഏലിയാവിൽ നിന്ന് ഇരട്ടി ശക്തി പ്രാപിച്ചത് ചുമ്മാതല്ല. എലീശ വില കൊടുത്തിട്ടാ പ്രാപിച്ചത്. എലീശ ദൂത് കേട്ടേ ഉള്ളൂ. ഏലിയാവ് ദൂത് എന്ന് പറഞ്ഞ് ചെന്ന് അവനെ അഭിഷേകം ചെയ്യുക, അവന്റെ മേൽ പുറപ്പെടുക, അവനെ വിളിച്ച് വേർതിരിക്കുക. ഇത് മാത്രമേ ഏലിയാവിനോട് ദൈവം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഏലിയാവിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ഇരട്ടി ശക്തി എലീശ പ്രാപിക്കണമെങ്കിൽ വില കൊടുത്തേ പറ്റൂ. ഏലിയാവ് അവനെ തടയാൻ നോക്കി, ഏലിയാവിനെ അവിടെ പിടിച്ചിരുത്താൻ നോക്കി. പലരും അവന്റെ കൂടെ നിന്ന് പ്രവാചകന്മാർ പറഞ്ഞു, ഇനി നീ അവന്റെ ഏലിയാവിന്റെ കൂടെ പോയിട്ട് കാര്യമില്ല, ഇന്ന് നിന്റെ യജമാനനെ എടുക്കാൻ പോവുക. ഇതുവരെ ഇല്ലാത്ത അനുഗ്രഹം നിനക്ക് നീ ആര് തരും? അപ്പോഴ് അവസാന നിമിഷം വരെ ആർക്കുറപ്പുണ്ട്? ദൈവം പറഞ്ഞ ദൂത ഞാനത് പ്രാപിക്കും. പക്ഷെ ആരെയും നാം പ്രാപിക്കേണ്ടത് ഏലിയാവിൽ നിന്ന്. കാര്യം എന്തുവാ? ഏലിയാവിനെ കൊണ്ട് പറഞ്ഞേക്കുക, ഏലിയാവിന്റെ ഇരട്ടി പങ്ക് നിന്റെ മേൽ പകരുമെന്നുണ്ടെങ്കിൽ ആ പകർച്ച ആരിന്ന് കിട്ടണം? ഏലിയാവിന് കിട്ടണം. അവസാന നിമിഷം വരെ കൂടെ ഉള്ള പ്രവാചകന്മാര് പറയാ, നീ പോകണ്ട, നിന്റെ യജമാനെ നിന്ന് എടുക്കാൻ പോകും. നിരാശ വരാം. അയ്യേ, നീ ഇപ്പൊ ഇയാളെ കൂടെ എന്തിനാ താങ്ങുന്നത്? ഇയാളെ തോന്നുന്നു നീ എന്തിനാ നടക്കുന്നത്? ഇയാളെ വിട്ടങ്ങ് പോവാ, ചെന്ന് പറയാം, എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ പറയാം. സ്വതം ഇനി ഇയാളെ താങ്ങിയിട്ട് കാര്യമില്ല എന്ന് തോന്നാം. പക്ഷെ എലീശ പറഞ്ഞു, മിണ്ടാതെ നിന്നോ, എനിക്കറിയാം എടുക്കത്തില്ല. ഒരു കൂട്ടമല്ല, 3 കൂട്ടം, 3 കൂട്ടരായ 3 സ്ഥലത്തിൽ എന്ന് പറഞ്ഞു. നീ പോവല്ലേ, എന്റെ യജമാനെ എടുക്കാൻ പോവാ, ഇനി ഇയാളെ പുറകെ നടക്കണ്ട, ഇന്ന് എലിയാവിനെ എടുക്കാൻ പോവാ. അവൻ പറഞ്ഞു, മിണ്ടാതെ നിന്നാ, എനിക്കറിയാം എന്ത് ചെയ്യണോ. എലീശയ്ക്ക് അറിയാം, ദൂത് കേട്ടവൻ അറിയാം, ദൂത് തരേണ്ടത് ആരാണ്, ദൂത് ആരെയും എന്റെ മേലിലേക്ക് വീഴുന്നെന്ന് അറിയാം. ഏലിയാവിനോട് അവസാനം വരുന്നതാണ്. ഞാനത് ഓർക്കുക, തീക്ഷ്ണത ഓർക്കുക. നമുക്കെല്ലാം കേട്ട ഉടനെ കിട്ടണം, കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്വഭാവമാണ്. നമുക്ക് കാത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, അതിനുവേണ്ടി ഒരുക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ്, നമ്മളെ തന്നെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. കർത്താവിന്റെ വചനം പറയുക, വീണ്ടും ജനനം എന്താ? വീണ്ടും ജനനം എന്താ? സ്തോത്രം. ഞാൻ ഓടിച്ചൊരു ഉദാഹരണം പറഞ്ഞ സ്തോത്രം. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, അവൻ യഥാർത്ഥമായി വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ദൈവത്തിന് വില കൊടുക്കും.
പ്രാർത്ഥനയ്ക്ക് വില കൊടുത്തു. ദൈവം പറയുന്ന അള്ളപ്പാടിന് വില കൊടുത്തു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ഭയന്നാണ്, ഒരു വിറയലോട് അവൻ അതിനെ ഏറ്റെടുത്തു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവൻ, ദൈവത്താൽ മാനിക്കപ്പെട്ടവൻ, ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവൻ ലോകത്തിന്റെ ഫ്രണ്ടിൽ എപ്പോഴും എന്തുവാ? പോഷൻ. ലോകം അവനെ നോക്കുമ്പോൾ എന്തുവാ? മണ്ടത്തരവ് കാണിക്കുന്നു. ഇവൻ മണ്ടനാണ്, വിവരമില്ലായ്മ. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അവനെ കുറിച്ച് എന്ത് പറയുന്നേ? എന്റെ പൈതല, എന്റെ ഇഷ്ടപ്രകാരം അവൻ ജീവിക്കുന്നത്. ഇയ്യോബിനെ പറഞ്ഞ പോലെ ഇവൻ എന്റെ പ്രിയദാസനാ, ഇവൻ എന്റെ പ്രിയപ്പെട്ടവനാ. അവന്റെ വീടിന് ചുറ്റും, അവനുള്ളതിനെ ചുറ്റും ഞാൻ വേലി കഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുത്തൻ കയറിയാൽ എനിക്കറിയാം. ആരാ യോബ്? ആർക്ക് പ്രാധാന്യപ്പെട്ടവനാ? ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവൻ. ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവൻ. ഞാൻ ഓർക്കുക, ഇന്ന് ഈ വീണ്ടും ജനനോ എന്നെല്ലാം പറഞ്ഞിട്ട് വീണ്ടും ജനിച്ചിട്ടൊന്നും ഇല്ല ആരും. വീണ്ടും ജനിച്ചിട്ടുണ്ട്, അങ്ങനെ പുറമേ ജനിച്ചിട്ടുണ്ട്, പുറമേ അങ്ങനെ ജനിച്ചിട്ടുണ്ട്, അകത്തും ചെയ്തിട്ടില്ല, ജനിച്ചിട്ടില്ല. ദൈവത്തിന് പുറമേ ഉള്ളത് വേണ്ട, ദൈവത്തിന് എന്തോ വേണ്ടേ? അകത്തുള്ളത്. അകത്താ ആര് വസിക്കുന്നത്? അകത്താ വസിക്കുന്നത്. സ്തോത്രം. നിപ്പും പാവമെല്ലാം കണ്ടു കഴിഞ്ഞാൽ, പുറമേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയൊരു ഭക്തൻ വേറെ ഇല്ല. പക്ഷെ അകത്തൊന്നുവാ? കടിച്ചു കീറുന്ന ചെന്നായ. എവിടെ അവസരം കിട്ടുന്നു? ദുരചിന്ത, കൊലപാതകം, മോഷണം, കള്ളസത്യം, കള്ളപ്രവചനങ്ങൾ. സ്തോത്രം. ഭയങ്കര വലിയ പാണ്ഡിത്യം ഉണ്ടെന്നാ പറയുന്നത്. ഈ പാണ്ഡിത്യം ഉള്ളവരൊന്നും പാണ്ഡിത്യം ഇല്ലാത്തവരെ പോലെ ഇതൊരു സിമ്പിളായി. ദൈവം കൊടുക്കുന്നവനെ എപ്പോഴും സിമ്പിളായി. ദൈവം കൊടുക്കുന്നവന് സിമ്പിൾ ആവുന്നതിന്റെ കാര്യം എന്തോന്ന് അറിയാം? അവനറിയാം എന്റെ കഴിവിലല്ല ഇതെല്ലാം ചെയ്യുന്നത്, എന്റെ കഴിവിലല്ല ഇതൊന്നും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. സ്തോത്രം. സ്തോത്രം. നമുക്ക് കഴിവില്ലാത്തവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ലോകത്തിൽ കഴിവുള്ളവനെ അല്ല ദൈവത്തിന് വേണ്ടത്. നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മളെ ശ്രേഷ്ഠമായ കഴിവുള്ള എത്ര പേരുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരുന്നു, പണമുള്ളവരുണ്ടായിരുന്നു, കഴിവുള്ളവരുണ്ടായിരുന്നു, ആരോഗ്യമുള്ളവരുണ്ടായിരുന്നു, സൗന്ദര്യമുള്ളവരുണ്ടായിരുന്നു. അവരെ ഒന്നും വിളിക്കാതെ നമ്മളെ വിളിച്ചിരുന്നു. പുറമെ ലോകം കാണിക്കുന്ന പോലെ അല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ലോകത്തിലുള്ളതിനെ അല്ല ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിനെ ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന് വില കൊടുക്കുന്നവനെ ദൈവത്തിന് വേണ്ടത്. അതുപോലെ ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അവനെ തടയുവാൻ കഴിയും. എലീശ, ഞാൻ പലപ്പോഴും അത് വായിക്കുമ്പോൾ ഞാൻ ഓർത്തുണ്ട്. സ്തോത്രം. എല്ലാവരും പറഞ്ഞു, പ്രവാചകന്മാര്, ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു, എലീശയുടെ മുമ്പുള്ള ശിഷ്യന്മാർ വരെ എലീശയോട് പറഞ്ഞു, ഇനി നീ പോയിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാൻ പോവാ? ഏലിയാവ് ഇന്ന് എടുക്കാൻ പോവുക, ഏലിയാവ് ഇന്ന് സ്വർഗത്തിൽ എടുക്കപ്പെടാൻ പോകും. പക്ഷെ ഏലിയാവ് എലീശ എന്ത് ചെയ്തില്ല? ക്ഷീണിച്ചില്ല. ആ വാക്കൊന്നും ക്ഷീണിച്ചില്ല. എന്റെ പ്രിയ ദൈവങ്ങളെ, പ്രവചനം കേട്ട ദൈവമക്കളുടെ പേര്, ദൂത് കേട്ട ദൈവമക്കൾക്ക്, ദൂത് കേട്ട് മുന്നോട്ട് ജീവിക്കുന്ന ദൈവമക്കളെ, നിന്നെ ക്ഷീണിപ്പിക്കുന്ന അനേകം വാക്കുകൾ പറയും. നിന്റെ കൂട്ടത്തിന് അകത്തൂന്ന് പറയും, അകത്തൂന്നും പുറത്തൂന്നും എല്ലാം പറയും. നിനക്ക് വേണ്ടപ്പെട്ട ഒരു പറയും. പക്ഷെ അവിടെ നീ തളർന്നു പോയാൽ ദൂത് നിനക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ദൂത് പറഞ്ഞ കർത്താവ് തളർന്നു പോയതിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് പലരോർത്തോ നീ തളർന്നു പോകുന്ന പല വാക്കുകൾ നിന്നെ കുറിച്ച് പറയും. അവരെ ഭയപ്പെടുത്തുന്ന വാക്കുകൾ നിന്നെ കുറിച്ച് പറയും. പല ചിന്തകളുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവരും. ആ ചിന്തയുടെ പുറമെ പോയാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോ ദൂതുകളോ നന്മകളോ അനുഗ്രഹങ്ങളോ നിനക്കോ നിന്റെ സുഖങ്ങളോ പ്രാപിക്കുവാൻ കഴിയത്തില്ല. എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ഈ ദൈവത്തിന് വില കൊടുത്ത് പ്രാർത്ഥന മാത്രമേ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നുള്ളൂ. നെഗറ്റീവ് നിന്നെ നോക്കി പറയുന്നുള്ളൂ. എല്ലാം പറയുന്നത് നെഗറ്റീവായിരിക്കും. പക്ഷേ നീ ഓർത്തോണം, ഈ നെഗറ്റീവിനെ എല്ലാം പോസിറ്റീവ് ആക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അവസ്ഥ എന്ത് ചെയ്യും? പൂർണ്ണമായി എലീശ വില കൊടുത്തു. എലിയാവ് പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല? മാറിയില്ല. അവസാനം വരെ സ്തോത്രം. അവസാനമായപ്പോൾ എലിയാവിന് മനസ്സിലായി, ഇവനെ അനുഗ്രഹിച്ചല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? ഇവൻ അത്രയ്ക്ക് വില കൊടുത്തത് കൂടെ. ഞാൻ ഉറങ്ങിയാൽ അവ ഉറങ്ങത്തില്ല, ഞാൻ ആഹാരം കഴിച്ചാൽ അവൻ കഴിക്കത്തില്ല, അവ മാറിയിരിക്കുക. എപ്പോഴാ എലീശ പോകുന്നത്, എലിയാവ് പോകുന്നത്, അതിന്റെ പുറകെ എനിക്ക് എന്ത് ചെയ്യണം? പോകണം. ആ തീഷ്ണതയോട് അവൻ നിന്നു. സ്തോത്രം. ആ അനുഗ്രഹത്തിന് അവൻ വില കൊടുത്തു. അനുഗ്രഹം പ്രാപിച്ചല്ലാതെ എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ലെന്ന് അവന് മനസ്സിലായി.
ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. അന്നാ ദൈവം പറഞ്ഞതൊക്കെ എനിക്ക് തന്നാ പോലെ എന്ന് പറഞ്ഞിരുന്നില്ല. അതിനു വേണ്ടി അവൻ എന്ത് ചെയ്തു? ഓടാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോഴാര് മാനിച്ചു? ദൈവം മാനിച്ചു. എലിയാവ് ചോദിച്ചു, എലിശ നിനക്ക് എന്താ വേണ്ടത്? നിന്റെ പ്ലാൻ എന്തുവാ? നിന്റെ പ്ലാൻ എന്തുവാ? ഞാൻ പറഞ്ഞിട്ടൊന്നും നീ ഇരിക്കുന്നില്ല. നീ നിൽക്കാൻ പറഞ്ഞ ദേശത്തൊന്നും നിൽക്കുന്നില്ല, എന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. നിന്റെ പ്ലാൻ എന്തുവാ? എലിശ അപ്പോഴാ പറയുന്നത്, എന്തു പറയുന്നേ? അങ്ങേ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയുടെ ഇരട്ടി എന്റെ മേൽ. അസാധ്യമായ കാര്യമോ പറയുന്നത്? ഏലിയാവ് പറയാ, എടാ ഞാൻ എന്റെ മേൽ പകർന്നതിന്റെ ഇരട്ടി നിനക്ക് എങ്ങനെ പറഞ്ഞു തരുന്നേ? എന്റെ മേൽ പകർന്നത് വേണമെങ്കിൽ നിനക്ക് പറഞ്ഞു തരാം. ഞാൻ എടുക്കപ്പെടാൻ പോകും. അപ്പൊ ഏലിയാവിനെ അറിയാം, എന്റെ മേൽ പകർന്ന ഇരട്ടിയല്ല, 4 ഇരട്ടിയല്ല, 10 ഇരട്ടി എന്റെ മേൽ പകർന്ന കർത്താവിന് കൊടുക്കാനാണ്. ഏലിയാവിന് ഈഗോയെ അടിച്ചില്ല. എന്റെ നാട്ടിൽ വലിയവനാവും എന്നുള്ള ചിന്തയും വന്നില്ല. കാര്യം എന്തോ? എന്റെ നാട്ടിൽ വലിയവനാവണം. തോക്കാം. അതാണ് ദൈവകൃപയുള്ള മനുഷ്യൻ. ദൈവകൃപയുള്ള ഒരു മനുഷ്യൻ എപ്പോഴും പറയുന്നില്ല, എന്റെ നാട്ടിൽ വലുതാവണം മറ്റവൻ. അവനെന്ത് വരുത്തില്ല, കുശുമ്പോ അസൂയ വരുത്തില്ല. അല്ലാതെ ഒരുത്തൻ നന്നാവനെ കാണുമ്പോഴേ അവനോട് എന്ത് ചെയ്യത്തില്ല? കുശുമ്പുണ്ടാവത്തില്ല, അസൂയ ഉണ്ടാവത്തില്ല. സ്തോത്രം. ഏലിയാവ് പറഞ്ഞു, അത് തരും, പക്ഷെ അത് പ്രയാസമുള്ള കാര്യമാണ്. കാര്യം എന്തുവാ? ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുന്നു. എടുക്കപ്പെടുന്നത് എലീശ ഉടനെ പറഞ്ഞു, മനസ്സിൽ ഉറപ്പിച്ചു, ഞാനത് കണ്ടിട്ടേ പോയി. ഉറക്കമില്ല, ഊണില്ല, ഏലിയാവിനോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ടായിരിക്കും കർത്താവ് ആ നിമിഷം അഗ്നിരേണം പുറപ്പെട്ടു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഏലിയാവ് എലീശ സംസാരിക്കുന്നിടത്തോട് വന്നു, തീ ഇറങ്ങി, ഇവരെ രണ്ടേ വേർതിരിച്ചു. ഏലിയാവിന് എന്ത് ചെയ്തു? പുറത്തു വന്നു. അത് ആരുടെ തലയിലൂടെ വന്ന് വീഴുന്നത്? ആരുടെ കരങ്ങളിലേക്ക് വന്ന് വീഴുന്നത്? എലീശ. അതിന്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്താ പറയാം? പ്രാപിച്ചു കഴിയുമ്പോൾ ആരുടെ സ്വഭാവം? അങ്ങോട്ട് യാചിച്ചുകൊണ്ട് പോയതാ. ഇങ്ങോട്ട് എന്തോ എഴുതിയത് പോയതാ? യാചിച്ചുകൊണ്ട് കിട്ടിയാട്ടുള്ള അത് കിട്ടണേ, അതിനുവേണ്ടി ഞാൻ എന്ത് വില കൊടുത്തു എന്ന് പറഞ്ഞ ആള് തിരിച്ചു വന്നപ്പോൾ ആരുടെ സ്വഭാവം? സ്തോത്രം. നേരെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ യോർദാൻ അമികാലയിൽ കവിഞ്ഞൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന യോർദാനെ നോക്കി എന്ത് ചെയ്യുക? ഒറ്റയായി പുറപ്പെടുത്ത്. സ്തോത്രം. രണ്ടായിട്ട് അവിടെ യാചിക്കുകയൊന്നുമല്ല, അധികാരം ലഭിച്ചു. ആര് കൊടുത്തു? കർത്താവ് കൊടുത്തു. അവിടെ അയ്യോ ഇനി എനിക്ക് കിട്ടിയോ ഇല്ലയോ? ഇന്ന് പല അനുഗ്രഹങ്ങളും പല കൃപകളും ദൈവത്തിന് പ്രാപിച്ചിട്ട് ചിലവരുടെ ചിന്ത കിട്ടിയോ കിട്ടിയില്ലയോ, ശരിയാണോ അല്ലയോ? അത് നീ ദൈവത്തിനെ പ്രാപിച്ച് ഉറപ്പിക്കുക. ദൈവം എന്റെ കുടുംബത്തിനകത്ത്, എന്റെ ചാർച്ചക്കാരിൽ, എന്റെ ബന്ധുക്കളിൽ, എന്റെ ദേശത്തിനകത്തും എന്റെ പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ചതാ. അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്ന പോലെ എന്റെ പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ചതാ. ഞാൻ എന്തുവാ? ദൈവം അനുഗ്രഹപ്പെട്ടവനാ. ഞാൻ ഇനി സംശയിക്കേണ്ട. ഞാൻ ആരാ? ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവനാ. ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കേണ്ടവനല്ല. ഒരുവന്റെ വേണ്ടി യാചിച്ച് നിൽക്കേണ്ടവനല്ല. പാട്ടുകാരൻ പറയുന്നത് പോലെ വായ്പ മേടിക്കാനല്ല, വായ്പ കൊടുക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ആ അധികാരത്തോട് അങ്ങോട്ട് കൽപ്പിക്കണം. എന്തുവാ? എന്റെ പ്രതികൂലത്തെ എനിക്കൊന്ന് ജയിക്കണം, പ്രതിസന്ധികൾ എനിക്കൊന്ന് ജയിക്കണം, എന്റെ ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കണം. എന്ത് ചെയ്യണം? എന്റെ കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യണം. ആ വിശ്വസിക്കുന്നവനെ ആരേറ്റെടുക്കും? കർത്താവ് ഏറ്റെടുക്കും. സ്തോത്രം. ഇന്ന് പലരും വീണ്ടും ജനിച്ചിട്ടില്ല. പ്രിയ മക്കളെ, പുറമെ ജനിച്ചിട്ടുണ്ട്, പുറമെ പോയി സ്നാനപ്പെട്ടിട്ടുണ്ട്, പുറമെ പോയി ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അകമേ എന്ത് ചെയ്തിട്ടില്ല? കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചിട്ടുണ്ട്. കർത്താവിന് പുറമേ ഉള്ളതല്ല വേണ്ടത്, അകമയുള്ളതിനെയാണ് വേണ്ടത്. അകമയുള്ളതിനാണ് വേണ്ടത്. ഒരു വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ പുരോഹിതന്മാരുടെ കൂട്ടത്തിനകത്ത് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവനായ
നിക്കോദോസ് എന്ന മനുഷ്യൻ യേശുവിനെ തേടി രാത്രി വന്നു. യേശുവിന്റെ അടുക്കൽ വന്നു. അടുത്തത് അവരോട്, "റബ്ബീ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല" എന്ന് പറഞ്ഞു. നിക്കോദോസ് വന്നിട്ട് പറയുക, റബ്ബി, പിതാവേ, ഗുരുവേ, നീ ദൈവത്തിന്റെ അടുത്തുനിന്ന് വന്നവനാ. നീ ദൈവത്തിന്റെ അടുത്തുനിന്ന് വന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആർക്കറിയാം? നിക്കോദോസിന് അറിയാം. അന്നുള്ള ദൈവജനത്തിന് അറിയാം. എന്തുവാ ഇത്? ദൈവത്തിൽ നിന്ന് വന്നില്ലായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ അടുത്തുനിന്ന് വന്നില്ലായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ഇല്ലെങ്കിൽ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യുവാൻ കഴിയത്തില്ല. എങ്കിലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ഞാനൊരു വേഗത്തിൽ ഒരു ഉദാഹരണം പറയാം. വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അടയാളമാണ് അവന്റെ ജീവിതത്തിനകത്ത് അവൻ മുന്നോട്ട് ജീവിക്കുമ്പോഴെല്ലാം ദൈവത്തിന്റെ പ്രമാണത്തെ മുറുകി പിടിച്ച്, ദൈവത്തിന്റെ പ്രവചനത്തെ മുറുകി പിടിച്ച്, ദൈവം പറയുന്ന ശബ്ദപ്രകാരം മാത്രമേ അവൻ ഓരോ പ്രവർത്തിക്കുകയുള്ളൂ. അവനൊരിക്കലും ലോകത്തെ നോക്കി ഭയപ്പെടത്തില്ല. ഞാൻ നേരത്തെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അഭിഷേകം പ്രാപിച്ചവൻ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് തിരിച്ചറിയുന്ന എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ളയാ. ഞാൻ എന്റെ പ്രസംഗ വിഷയമാണ്, മെയിൻ വിഷയമാണ്, എവിടെ ചെന്നാലും പ്രസംഗിക്കുന്ന വിഷയമാണ്. പരിശുദ്ധാത്മാവ് അവരുടെ മേലുണ്ട് എന്ന് അവൻ തിരിച്ചറിയുന്ന എങ്ങനെയാണ്? പാപം ചെയ്യുമ്പോൾ കുറ്റബോധം ഉണ്ടാവും. പരിശുദ്ധാത്മാവ് പാപം ചെയ്യുമ്പോൾ ഒരു ഭയവും കുറ്റബോധവും ഇല്ലാത്തവനാണ് പരിശുദ്ധാത്മാവില്ലാത്തവൻ. അവൻ പുറമെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്ന് വന്നാ നടക്കുന്നത്. പക്ഷെ അവര് പാപം ചെയ്യുമ്പോഴും കുറ്റബോധമില്ല. അവൻ എന്ത് പരിപാടി ചെയ്താലും കുറ്റബോധമില്ല. അവന്റെ മേൽ എന്തില്ല? പരിശുദ്ധാത്മാവില്ല. പുറമേ അവൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. അവന്റെ നടപ്പും പോക്കും വരവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചത്. പക്ഷെ അവന്റെ ഉള്ളത്തിനകത്ത് ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല, പരിശുദ്ധാത്മാവായിട്ട് ബന്ധമില്ല. ഇന്ന് പകല് പറയാം, പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്ന് ഞാൻ തിരിച്ചറിയുന്നത് എന്റെ ഉള്ളത്തിനകത്ത് ഒന്നുമില്ല. ഒരു വാക്ക് പറയുമ്പോൾ അനാവശ്യമായ ഒരു വാക്ക് എന്റെ വായിൽ നിന്ന് വീണാൽ ഞാൻ ഭയപ്പെടും. ഞാനാണോ സംസാരിച്ച്, ഞാനാണോ അത് പറഞ്ഞത്? ദൈവമേ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതായതാ. നിസ്സാര ഒരു വാക്കിന് പോലും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവന് എന്തുണ്ടാവും? കുറ്റബോധം ഉണ്ടാവും. അപ്പൊ ഓർത്തോളം പരിശുദ്ധാത്മാവ് ആരുടെ മേലുള്ളത്? പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് ഡാഷ് ഡാഷ് എന്നെല്ലാം വിളിച്ചാൽ കുറ്റബോധമൊന്നും ഇല്ലെങ്കിൽ ഓർത്തോളം പരിശുദ്ധാത്മാവ് നിനക്കില്ല. പരിശുദ്ധാത്മാവ് നിനക്ക് ഇല്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ ചിന്തിപ്പിക്കും, നീ സംസാരിച്ച് ശരിയാണ്. അപ്പോഴും ചിന്തിച്ചില്ലെങ്കിൽ കുറച്ചും കൂടെ ദൂരം പോകുമ്പോഴേ ചിന്തിക്കാൻ തുടങ്ങി, നീ ആ പറഞ്ഞ ശരിയായ സ്വതന്ത്രം. ഞാൻ എപ്പോഴും സുരനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു കാര്യം ചൂടായിട്ട് പോയിട്ടോ സംസാരിച്ചിട്ടോ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കും, തെറ്റാണോ തെറ്റായി. അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്യും? അതിനെ ക്ലിയർ ആക്കാൻ നോക്കും. കാര്യം എന്റെ മേൽ എന്തുള്ളത് കൊണ്ടാണ്? പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഞാൻ അത് ക്ലിയർ ആക്കത്തില്ല. ഞാൻ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞില്ല, ഞാനത് ക്ലിയർ ആക്കാൻ നോക്കും. കാര്യം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അനുഗ്രഹപ്പെടും. ചെറിയ സംസാരത്തിന്റെ കാര്യം ഞാൻ പറയാം, ചെറിയൊരു നോട്ടത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവ് ആര് നിലനിർത്തും? കുറവ് ആര് വെളിപ്പെടുത്തി തരും? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. അവിടെ നീ നികത്തിക്കോണം, ആ കുറവിനെ ഏറ്റു പറഞ്ഞോണം, ക്ഷമ ചോദിച്ചോണം. എങ്കിൽ മാത്രമേ ആര് അനുഗ്രഹിക്കത്തുള്ളൂ? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. ഇന്നത്തെ ഈ വചനം ഇവിടെ പ്രസംഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം, ഇന്ന് പകലൊരു ശുദ്ധീകരണത്തിന്റെ പകരം, ഇന്ന് പകൽ ചിലത് കർത്താവ് നിങ്ങളുടെ കരങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നു. എന്ന് ഹൃദയം കൊണ്ട് ചിലത് ശുദ്ധീകരിച്ചാൽ, ഹൃദയം കൊണ്ട് ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്താൽ, നീ മനുഷ്യരോടല്ല ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് സ്വർഗത്തിലെ ദൈവത്തോട് നിന്റെ ഹൃദയത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് നീ ശുദ്ധീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ന് ശുദ്ധീകരിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന കർത്താവിന്റെ ആത്മാവ് ഇന്ന് പലരുടെ വിലപ്പെട്ടിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അത് ഏറ്റെടുക്കണവന് വിടുതല, ഏറ്റെടുക്കണവന് അത്ഭുതമാ, ഏറ്റെടുക്കണവന് അനുഗ്രഹമാ. ഇന്ന് പൂർണ്ണമായി ഏറ്റെടുത്തോ, ആ ദൈവത്തിന്റെ വാക്കുകൾ
ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസം സ്തോത്രം ഇതിന് പുസ്തകം താമസിക്കുന്ന ഒരു അച്ചായൻ ഈ പ്രാർത്ഥന നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഒരുപാട് ചിന്തിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, നമ്മൾ താമസിക്കുന്ന ഭവനം പൂട്ടിയിട്ടിട്ട് പോകുമ്പോ അവിടെ പ്രാർത്ഥന ഇല്ലാതാവുക. ആര് കയറുക? പിശാച് കയറി വിളയാടാൻ വേണ്ടി നമ്മൾ പൂട്ടിയിട്ടിട്ട് പോവുക. കുറച്ചു നാൾ വന്ന് തുറന്നിട്ട് പിന്നെയും അത് പ്രാർത്ഥിച്ച ആ ഭവനത്തിന്റെ രീതിയിലാക്കണമെങ്കിൽ ഒരു സമയം എടുക്കും. അപ്പോഴും ഒരു ദിവസം ഒരു 2 നേരം പ്രാർത്ഥിക്കുന്ന കൂട്ടം ഉണ്ടെങ്കിൽ 2 പേര് 2 നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏറ്റവും അനുഗ്രഹം ആ ഭവനത്തിന്. ഞാൻ പുള്ളിയുടെ ആ ഒരു പ്രാർത്ഥനയോടുള്ള കാഴ്ചപ്പാട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നോട് പറയുക, സ്തോത്രം, നമ്മൾ ഇവിടെ ഇല്ലെങ്കിലും ആരെങ്കിലും വന്നാൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുഗ്രഹമാണ്. കാര്യം എന്തുവാ? അവിടെ പ്രാർത്ഥന കൊണ്ട് നിറയുക. അത് ദൈവം പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്ന ഭവനമാണ്. ആ ഭവനം എന്തിനു വേണ്ടി തന്നത്? എനിക്ക് പ്രാർത്ഥിക്കാൻ, എനിക്കും എന്റെ കുടുംബത്തിനെ കയറി പ്രാർത്ഥിക്കാൻ തന്ന ഭവനമാണ്. അവിടെ പ്രാർത്ഥന മുടങ്ങിപ്പോകല്ലേ, അവിടെ യേശുവിന്റെ നാമം ഉയരണം. ജോയിച്ചെന്ന പേര് പുള്ളിക്കാരൻ എടുത്തു പോയി പറഞ്ഞു, ആ പ്രാർത്ഥന തടയുന്നവന്മാര് മണ്ണന്മാരൊക്കെ. ഞാനൊരു കാര്യം പറഞ്ഞു മക്കളെ, നമ്മൾ അടുത്തൊരു പ്രാർത്ഥനാലയം വരുവാണെങ്കിൽ നമ്മൾ വെൽക്കം ചെയ്യണം. നാളെ നമുക്ക് സഭ വരും, അടുത്ത് ചർച്ച വരുവാണെങ്കിൽ വെൽക്കം ചെയ്യണം. കാര്യം നമുക്ക് ദൈവം ഒരു കൂട്ടം ജനത്തെ തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് ഇവിടെ രക്ഷിക്കപ്പെടാനുണ്ട്, ദൈവത്തെ അറിയാനുണ്ട്. എന്നെ കൊണ്ടും എന്റെ സഭയ്ക്ക് കഴിയാത്തത് അവർക്ക് ചെയ്യാൻ കഴിയട്ടെ. അവിടെ വലിയൊരു കൂട്ടമാവട്ടെ. അപ്പോഴൊരു കൂട്ടം വരുമ്പോൾ സ്തോത്രം, നേരത്തെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച ദേശത്ത് 2 കൂട്ടമാവും. സ്ട്രോങ് ആയിട്ടിരുന്ന് ഒറ്റ നാമത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോഴെന്തെയും സഭകൾ വളരെ ഇന്ന് അനേകം സ്തോത്രമാല സഭയ്ക്കകത്തുള്ള അനേകം പിതാക്കന്മാർക്ക് ഈ ബോധ്യം വന്നിട്ടുണ്ട്. അവര് പലർക്കും അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, കൂട്ടിക്കിടന്നതെല്ലാം തുറന്നു കൊടുക്കട്ടെ, ആരാധനയ്ക്കാർ തുറന്നു കൊടുക്കട്ടെ, എല്ലാവരും ആരാധിക്കട്ടെ. കാര്യം എന്തുവാ? ഒരു പ്രാർത്ഥന ഒരു ദിവസം മുടങ്ങുമ്പോൾ ഭവനത്തിനകത്ത് അത്രയ്ക്ക് എന്ത് വരുക? പൈശാചികം വരുക. നീ പ്രാർത്ഥിക്കുന്ന കൂട്ടമാണ് നിന്റെ ഭവനത്തിനകത്ത് ആരും വരത്തില്ല, പൈശാചികം വരത്തില്ല. അവിടെ എന്ത് വരും? ദൈവത്തിന്റെ മഹത്വം വരുത്തും, ദൈവത്തിന്റെ അനുഗ്രഹം വരും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോയപ്പോ അതിന് താഴെയുള്ളവർ പറയുക, സ്വർഗം പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം അന്ധകാരമാണ്. ആ പ്രാർത്ഥനയുള്ളപ്പോൾ വിളിച്ചു പറയും, അത് പറയിപ്പിച്ചോ. ഞാൻ അത് കേട്ടാൽ മതി, എനിക്ക് വലിയ സാക്ഷ്യം അതാ. അത് കേൾപ്പിച്ചോ ദൈവം? അത് കേൾപ്പിച്ചു. നമ്മുടെ പ്രാർത്ഥന വെറുതെ പോയില്ല, നമ്മുടെ പ്രാർത്ഥനയുടെ പവർ എന്ന ദേശത്താണ്. അന്യ ആൾക്കാർ പറയാൻ തുടങ്ങി, സ്തോത്രം, പ്രാർത്ഥനയുടെ മഹത്വം പറയാൻ തുടങ്ങി. അപ്പൊ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, പുറമേ അല്ല അകമേ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, വീണ്ടും ജനിച്ചവരോട് ഒരു പ്രത്യേക സ്നേഹമാണ്. വീണ്ടും ജനിച്ചവരുടെ ആരാധനയ്ക്ക് എന്ത് ചെയ്യും? ഒരു പ്രത്യേക വില കൊടുക്കും. സ്തോത്രം. അങ്ങനെ വില കൊടുത്തുകൊണ്ടായി ഈ വീട്ടിലെ പ്രിയ ആമികാലയിലെ സ്തോത്രം, പ്രിയ ആമി കൊച്ചുവച്ചാലും ഷേർലിമാമയും ഈ വീട് തുറന്നു. അവർക്കറിയാം വീട് ജനിച്ചതിന്റെ മഹത്വം അറിയാം, വീട് ജനിച്ച കൂട്ടത്തിന്റെ മഹത്വം അറിയാം, വീട് ജനിച്ച കൂട്ടത്തിന്റെ ആരാധനയുടെ വില അറിയാം. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇത് തന്നു.
അതിനെന്തുവാ? വീണ്ടും ജനിച്ചാൽ അതിന്റെ മഹത്വം എന്തുവാന്ന് അവർക്കറിയാം. വീണ്ടും ജനിച്ചവരുടെ കൂട്ടത്തിൽ വില കൊടുത്തിക്കണം. വീണ്ടും കൊടുത്ത ദൈവജനം ഒന്നിച്ചിരുന്ന് ആരാധിച്ചാൽ ആ ആരാധനയുടെ അനുഗ്രഹം എന്നത് ആർക്കറിയാം. ഇത് എന്തുകൊണ്ടാണ് അവർ ചോദിക്കാൻ തന്നത്? എന്തുകൊണ്ട് അവർ തരാൻ കാരണം എന്തുവാ? പുള്ളിക്കാരൻ തരാൻ കാരണം എന്തുവാ? ഒരു കുടുംബം തരാൻ കാരണം എന്തുവാ? സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് പ്രാർത്ഥനയുടെ വില അറിയാം. നമ്മളെ സ്നേഹം, നമ്മളെ എന്നെ കണ്ടുകൊണ്ടല്ല, നമ്മുടെ സഭയെ കണ്ടുകൊണ്ടല്ല, അവർക്ക് വീണ്ടും ജനിച്ചാലുള്ള ആ ദൈവത്തിന്റെ കൂട്ടത്തിന്റെ ഗുണം ആർക്കറിയാം? അവര് വീണ്ടും ജനിച്ചവർ. അവര് പുറമേ ജനിച്ചവരല്ല, അവര് അകമേ ജനിച്ചവരാണ്. അതുകൊണ്ടാ ഇത്രയല്ല എതിർപ്പും പ്രതികൂലം വന്നിട്ടും അവര് മാറാതെ ഉറച്ചു നിന്നത്. തീർച്ചയായും ഉറച്ചു നിന്നതിന്റെ കാര്യം എന്നോടുള്ള കുടുംബത്തിന്റെ സ്നേഹവും എന്നോടുള്ളതല്ല, അവർക്ക് അതിലും അപ്പുറമായി ദൈവത്തെ അവർ സ്നേഹിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത് തുറക്കപ്പെട്ടു. അപ്പൊ ഞാൻ ഓർക്കുക, വീണ്ടും ജനിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞ ഒരുപാട് പേര് ഒരു സമയം ഈ സഭ വരാൻ ഇവിടെ അനുവദിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്നവരുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? വീണ്ടും ജനിച്ചിട്ടില്ല. നിക്കോദോസ് വന്ന് കർത്താവിനോട് പറയുക, നീ ദൈവത്തിന്റെ അടുത്തൊന്നും അന്നാന്നല്ല എനിക്കറിയാം, അല്ലെങ്കിൽ ഈ അത്ഭുത പ്രവൃത്തികളൊന്നും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ലെന്ന് എനിക്കറിയാം. അയ്യോ, നിങ്ങൾ കൈകൊട്ടി ആരാധിക്കുന്നവരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ വിശുദ്ധി വേർപാടോടെ ജീവിക്കുന്നവരാണെന്ന് അറിയാം, നിങ്ങൾ പെന്തിക്കോസ്തുകാരാണെന്ന് അറിയാം. പക്ഷെ ഈ പെന്തിക്കോസിനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളെ പെന്തിക്കോസ്തുകാരാണ് എന്ന് പറയുന്നവനെ അല്ല ആർക്ക് വേണ്ടത്. ഇതിൽ നമ്പർ 1 കള്ളന്മാരാണ് TPM പെന്തിക്കോസ് എന്ന് പറഞ്ഞ കുറെ ടീമുകളുണ്ട്. ഇത് അപ്പുറത്തെ വിശുദ്ധി പറിച്ചത് ഞങ്ങൾ മാത്രമേ വിശുദ്ധരെന്നാ പറയുന്നത്. സ്തോത്രം. അവരുടെ എണ്ണം പറയുന്നുണ്ട്, ഇത്രയും പേരെ സ്വർഗത്തിൽ പോകുന്നു. ഇപ്പൊ അവര് പറഞ്ഞ എണ്ണത്തിനാട്ടി ആയിരങ്ങൾ കൂടി. ഇപ്പൊ അവന്മാർക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം എന്തുവാ? അവന്മാരുടെ ധാരണ എന്തുവാ? ശുശ്രൂഷിക്കുന്ന ഞങ്ങൾ മാത്രം വിശ്വാസികൾ നരകത്തിൽ പോകും. ഇതാ പഠിപ്പിക്കുന്നത്. അവരുടെ എണ്ണത്തിനപ്പുറമായി വിശ്വാസികൾ. അപ്പൊ ഇപ്പൊ അവരുടെ ധാരണ വിശ്വാസ നരകത്തിൽ പോകുമ്പോൾ ഞങ്ങൾ വിശുദ്ധമായി. മക്കളെ, ഇവരെയൊന്നും ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത് ദൈവത്താൽ സ്നേഹിക്കുന്നവനെ, ദൈവത്താൽ കരുതുന്നവനെ, ദൈവത്തിന് വില കൊടുക്കുന്നവനെ, ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്നവനെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. കർത്താവിന് വേണ്ടത് അവരെയാണ്. നിക്കോദോസ് എന്ന് പറയുക, അത്ഭുതം അടയാളമെല്ലാം അവിടെ നടക്കുന്നു. എനിക്ക് പൂർണ്ണമായി അറിയാം നീ ദൈവത്തിന്റെ, പക്ഷെ ഏറ്റെടുക്കാൻ പറ്റും. അറിഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റെടുക്കുന്നവനെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. അടുത്തത് യേശു അവനോട് പറയുക, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുക. ആമീൻ ആമീൻ എന്ന് പറഞ്ഞു, പിന്നെ വേറെ ഉത്തരവില്ല, വേറെ കാര്യമില്ല. അവിടെ സ്റ്റോപ്പാ. അതിനപ്പുറത്തെ പിന്നെ കാര്യങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് എന്ത് പറയുന്നത്? ആമീൻ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം വിഷയം തീർന്നു. ആമേൻ എന്ന് പറഞ്ഞാൽ സ്വർഗം അത് കേട്ടു, മറുപടി തരണം. അതിനപ്പുറത്ത് പിന്നെ വേറെ ഉത്തരമില്ല, വേറെ പ്രാർത്ഥനയില്ല. നമ്മൾ പ്രാർത്ഥിച്ച മുഴുവനും പ്രാർത്ഥിച്ച് അവസാനം ആമീൻ പറഞ്ഞേക്കുക. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ ആമീൻ ആമീൻ എന്ന് പറയുന്നത് കാര്യം, ആ ദൂത് എന്നിലേക്ക് വരട്ടെ. ആ ദൂതിന് അപ്പുറമായി എനിക്കൊന്നും വേണ്ട, അതിനപ്പുറമായി ഒന്നുമില്ല. ആ ദൂത് മതി. സ്തോത്രം. കർത്താവ് പറയാ, നിക്കോദോസ് പറയാ, ഞാൻ നീ ദൈവത്തിന്റെ അടുത്തുനിന്ന് വന്ന ആളാന്നെല്ലാം പറയുമ്പോൾ പറയുക, ഞാൻ ഇനി അങ്ങോട്ട് പറയുക ആമീൻ ആമീൻ. ഇനി ഞാൻ പറയുന്ന വാക്കിന് അപ്പുറമായി വേറെ വാക്കില്ല. വീണ്ടും ജനിക്കണം. ജനിക്കാത്തവർ ഒരിക്കലും ആർക്കുള്ളതല്ല, ദൈവം. ഇന്ന് വിശ്വാസ ഗോളത്തിനകത്ത്, പെന്തിക്കോസ് ഗോളത്തിനകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് വീണ്ടും ജനനം. കാര്യം എന്തുവാ? വലിയ വീണ്ടും ജനനത്തിന്റെ വലിയ 1ാം റാങ്ക് പ്രാപിച്ചവരാണ് വിശ്വാസികൾ പറയുന്നത്. വീണ്ടും ജനനത്തിന്റെ അകത്ത് 1ാം റാങ്ക് പ്രാപിച്ചവരാണ് ഞങ്ങൾ എന്നുള്ള നടിപ്പോട് ആളുകളുടെ തല ഉയർത്തിയാണ് ജീവിക്കുന്നത്. പക്ഷെ വീണ്ടും ജനിച്ചിട്ടില്ല. വീണ്ടും ജനിച്ചായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി ഒരിക്കലും ദൈവത്തിന്റെ ഹിതപ്രകാരം ഉള്ളത് മാത്രമായിരിക്കും. ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും ആയിരിക്കത്തില്ല. യോബ് പറഞ്ഞു, തിന്മയും നന്മ ഭാര്യമെന്ന് ചോദിക്കുക, നീ വിശ്വസിക്കുന്ന ദൈവത്തെ ദൂരെ കാണും. ഇത്രയില്ല തിന്മ നീ അനുഭവിച്ചിട്ട് ചൊറിയ ആരും പഠിപ്പിക്കുന്നില്ല. ഓട് കഷ്ണം എടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അത്രയ്ക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക, അത്രയ്ക്ക് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോഴും ഭാര്യമെന്ന് പറയുക, കൂട്ടുകാരെ കളഞ്ഞു, ഭാര്യമെന്ന് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയെങ്കിലും ഈ ദൈവത്തെ ഒന്ന് തള്ളിപ്പറ. ഈ ദൈവം നിന്റെ കൂടെ ഇല്ല.
ഈ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ വരത്തില്ലായിരുന്നു. യോബ് അപ്പോഴങ്ങോട്ട് ഭാര്യയെ നോക്കി പറയുക, ദൈവം നന്മ മാത്രമല്ല, നന്മ തരുമ്പോൾ മാത്രം സ്തുതിച്ചാൽ പോരാ, തിന്മ വരുമ്പോൾ സ്തുതിക്കണം. അതാണ് യഥാർത്ഥ ദൈവം. പരീക്ഷ കൊണ്ടിരുന്ന പിശാച് മന്ദനായി. പരീക്ഷിക്കാൻ വന്ന പിശാച് എന്തോ രോഗം കൊണ്ടുവന്ന് ഇതെല്ലാം കൊണ്ടുവന്നൊരു പിശാച് എന്ത് ചെയ്യുവോ മന്ദനായി ഒറ്റ മറുപടിയാണ് ദൈവവൈദ്യൽ പറയുക, ആ ദൈവം നിനക്ക് നന്മ മാത്രമല്ല തിന്മയും. നന്മ തരുമ്പോൾ മാത്രം സ്വന്തം പറയേണ്ട കാര്യമില്ല, തിന്മ തരുമ്പോഴും എന്ത് ചെയ്യണം? സ്വന്തം പറയണം. അതിന്റെ അർത്ഥം എന്തോന്നറിയാമോ? ദൈവജനത്തിനകത്ത് നമ്മൾ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്, ദൈവം അല്ലാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കും. അപ്പൊ നന്മ വന്നാലും തിന്മ വന്നാലും ദൈവം അറിയാതെ വരത്തില്ല. നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു പ്രയാസം വന്നു, അത് ദൈവം അറിയാതെ വരത്തില്ല. ദൈവം അതിന് നന്മയ്ക്കാണ് ചെയ്തത്, ദൈവം അനുഗ്രഹത്തിനാണ് ചെയ്തത്. നമ്മൾ ചിന്തിച്ചു നോക്ക്, അയ്യോ ആ സ്തോത്രമാല ചെയ്തത് നന്മയ്ക്കല്ലയോ? ആ പ്രയാസം പ്രതികൂലമെല്ലാം ഒരു നന്മയ്ക്കല്ലയോ എന്റെ ദൈവം എനിക്ക് ചെയ്തത്? സ്തോത്രമാലിയ അല്ലായിരുന്നെങ്കിൽ സ്തോത്രമാലിയ ആ സ്തോത്രം ആ തിന്മയും പ്രയാസവുമായിട്ട് അവയെ പ്രതികൂലമായിരുന്നെങ്കിൽ അത് എങ്ങനെ സഹിച്ചേ? നമുക്ക് എടുത്തു പറയാൻ പറ്റും. മുരളിച്ചേട്ടന് സ്തോത്രം ദൈവം അവസാന കാലം ദൈവത്തെ പൂർണ്ണമായി അറിയാനുള്ള അവസരം കൊടുത്തു. അറിഞ്ഞു, ഹൃദയം കൊണ്ട് പുള്ളിക്കാരൻ അത് ഏറ്റെടുത്തു. ആരെയാണ്? യേശുവിനെ ഏറ്റെടുത്തു. ഒരു വിശ്വാസി പറയാത്ത വാക്കുകളെല്ലാം പുള്ളി പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ആ നാവ് കൊണ്ട് എന്ത് ചെയ്തു? ഒരു വിശ്വാസി പറയാത്ത വാക്കുകളായിരുന്നു കുറച്ച് മണിക്കൂറുകൾ എനിക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞപ്പോൾ എന്നോട് സംസാരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് പുറമേ പറ്റിയില്ലെങ്കിലും അകമേ തീരും. നല്ല സ്തോത്രം മുന്നോട്ട് വേദന അനുഭവിച്ചില്ല, പ്രയാസം അനുഭവിച്ചില്ല, പ്രതികൂലം അനുഭവിച്ചില്ല. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓണങ്ങൾ വന്നില്ല, വരുത്തിയോ? അപ്പൊ ദൈവം ചെയ്തതെല്ലാം എന്തിനു വേണ്ടിയാണ്? നന്മയ്ക്ക്. ദൈവം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. എല്ലാം ചെയ്തത് നന്മയ്ക്ക്. അപ്പോഴേ നമുക്ക് ആശ്വാസം ലഭിക്കും. നമ്മൾ അതേകൊണ്ട് ചിന്തിച്ച് ദൈവത്തിനെ കൊണ്ട് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ആശ്വാസം സ്തോത്രം നൽകും. നമുക്ക് ചില പ്രയാസമെല്ലാം തോന്നും. സ്തോത്രം നഷ്ടപ്പെട്ടതിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അത് ഒരുപാട് പ്രയാസം തോന്നും. പക്ഷേ എങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, വ്യക്തികളെ ഒന്ന് നോക്ക്, അവരനുഭവിക്കുന്നത് നോക്ക്. അതിലൊന്നും പ്രവേശിപ്പിക്കാതെ തന്നെ ദൈവം ആ ചെയ്തത് ഏറ്റവും നന്മയ്ക്കല്ലയോ, അനുഗ്രഹത്തിനല്ലയോ? സ്തോത്രം. ഹൃദയം കൊണ്ട് കർത്താവിനെ സ്വീകരിക്കാൻ പറ്റിയിരിക്കും, അത് ഏറ്റവും വലിയ കാര്യം. ഞാനിപ്പോ പറയുക, പുറമേ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു, പുറമേ അവൻ ഞാൻ രക്ഷ പ്രാപിച്ചെന്ന് പറഞ്ഞു, മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അകമയാണ് നീ മാനസാന്തരപ്പെടുന്നത്, അകമയാണ് നീ സ്നാനപ്പെടുന്നത്, അകമയാണ് നീ രക്ഷ പ്രാപിക്കുന്നത്. എങ്കിൽ മാത്രമേ നീ വീണ്ടും ജനിച്ചിട്ടുള്ളൂ. നിക്കോദോമസ് വലിയ സ്തോത്രം വർണ്ണക്കുന്ന വലിയ വാക്കുമായിട്ട് വന്നതാ, സൂപ്പിക്കാൻ വന്നതാ. എന്തുവാ? കർത്താവ് ഉടനെ പറഞ്ഞു, ആമേ ആമേ ഞാൻ നിന്നോട് പറയുക, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവത്തിന്റെ ആപത്തില്ല, നീ ആരുടെ ആപത്തേ ഉള്ളൂ? ലോകത്തിന്റെ ആപത്തേ. വീണ്ടും ജനിക്കണം. നീ പുരോഹിതനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ പണ്ഡിതനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും ജനിക്കണം. നീ പുരോഹിതനാ പണ്ഡിതൻ ആയിരുന്നെങ്കിൽ നീ കർത്താവിന്റെ ഇഷ്ടം ചെയ്തത്. അപ്പോൾ നിന്റെ പറച്ചിലേ ഉള്ളൂ, ആരുമായിട്ട് ആരുടെ ഇഷ്ടം ചെയ്യുന്നില്ല? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നില്ല. അടുത്തത് കണ്ടോ? പ്രമാണം പഠിപ്പിക്കുന്നവനെ പ്രമാണത്തെ കുറിച്ച് അറിയില്ലായ്മയുള്ളവനല്ല. അവൻ എടുത്തതായി മുട്ടാത്തർക്കം പറയുക. ഒരുവൻ വൃദ്ധനായി കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കാൻ പറ്റും? അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന കാര്യമല്ല നിന്നോട് പറഞ്ഞത്, യേശു ക്രിസ്തുവിനാൽ ജനിക്കുന്ന കാര്യമാണ് പറയുന്നത്. പിതാപുത്രൻ പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്ന കാര്യമാണ് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് ആ വീട്ടിലൊരു അംഗമാവാനല്ല പറയുന്നത്, ക്രിസ്തുവിന്റെ അംഗമാവാനാ പറയുന്നത്. ദൈവത്തിന്റെ പൈതലാവ് തീരുമാനാ പറയുന്നത്. അതാ വീണ്ടും ജനനം. എനിക്ക് ഇന്നലെ വരെ മേൽവിലാസം ഇല്ലായിരുന്നു, പക്ഷെ എന്റെ യേശുവിന്റെ പൈതലായപ്പോൾ എനിക്ക് മേൽവിലാസമായി. ഇന്നലെ വരെയും ആധാറിനകത്ത് എന്റെ പേരുള്ളായിരുന്നു, പക്ഷെ യേശുവിന്റെ പൈതലായപ്പോൾ ഞാൻ ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതാൻ പോയി. ഒരിക്കലും സ്തോത്രം തകർന്നു പോകാത്ത, ഒരിക്കലും ഉറപ്പോട് ധൈര്യത്തോടെ ഇരിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതാൻ തുടങ്ങി. എനിക്കൊരു മേൽവിലാസം ഉണ്ടാവാൻ തുടങ്ങി. സ്വർഗത്തിൽ എനിക്കൊരു മേൽവിലാസമുണ്ട്, എനിക്കൊരു ഭവനമുണ്ട്. ആ വീണ്ടും ജനനം അതാ വരുന്നത്. വീണ്ടും ജനനം വരുന്നത് എന്തുവാ? എനിക്ക് എന്റെ സ്വർഗത്തിൽ എനിക്കൊരു ഭവനമുണ്ട്.
പക്ഷേ എനിക്ക് ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരെഴുതിയിട്ടുണ്ട്, എനിക്ക് മേൽവിലാസം ലഭിച്ചിട്ടുണ്ട്. അതാണ് വീണ്ടും ജനനം. ആരുമായിട്ട്? ക്രിസ്തുവുമായിട്ട് വീണ്ടും ജനിച്ചത്. ഉടനെ ഒരു ഉദാഹരണം കൊണ്ടുവരുമോ? എന്തുവാ? ഒന്നും അറിയാത്തവനെ പോലെ സംസാരിക്കുക. അയ്യോ, വീണ്ടും ഞാൻ വയസ്സനായിട്ട് അമ്മയുടെ ഉദരത്തിൽ. അത് നിന്റെ അമ്മയുടെ കുടുംബത്തിലും ഉയരത്തിലോ ഉദരത്തിലോ ഒന്നും ജനിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നീ ആരുടെ കുടുംബത്തിൽ ജനിക്കുന്ന കാര്യമാണ് പറയുന്നത്? യേശു ക്രിസ്തു എന്ന് പറയുന്ന കുടുംബത്തിനകത്ത് ജനിക്കുന്ന കാര്യമാണ് പറയുന്നത്. സ്തോത്രമാലേ, അത് പുറമേ അല്ല, അകമേ ജനിക്കണം. അകമേ ജനിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. അതാ വിശ്വാസം എന്ന് പറയുന്നത് പുറമേ എന്ന് വരുന്നതല്ല, അകമേ എന്ന് വരുന്നതാ. ആ വിശ്വാസത്തെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. അടുത്ത വാക്യം വായിക്കും. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവസന്നിധി വരാൻ പറ്റത്തില്ല. അടുത്തത് ജഡത്താൽ ജനിച്ചത് ജഡമാകും, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവിനാൽ. ആത്മാവിനാൽ ജനിച്ചവന് എന്നും അനുഗ്രഹപ്പെട്ടവരാണ്. അവനെ സ്വന്തമായ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം അവന്റെ കൂടെയുണ്ട്. പുറമെ നോക്കുന്നവര് നോക്കുമ്പോൾ ഇവൻ കാണിക്കുന്ന മണ്ടത്തരമാണ്. പക്ഷെ ആ മണ്ടത്തരത്തിനകത്ത് ഒരു അനുഗ്രഹം ആർക്ക് വെച്ചിട്ടുണ്ട്? ആത്മാവിനാൽ ജനിച്ചവന്. അവൻ ഒരിടത്തും എന്ത് ചെയ്യത്തില്ല, പരാജയപ്പെടുന്നില്ല. അവൻ ദൈവത്തിന്റെ നന്മയും അനുഗ്രഹവും എന്ത് ചെയ്യത്തുള്ളൂ? പ്രാപിക്കുന്നു. നേരത്തെ കർത്താവ് പറയുന്ന ഒരു ഭാഗവും ഉണ്ട്. നീ ഇതെല്ലാം അറിയുന്നവനാ, അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ നടിക്കരുത്. അറിഞ്ഞിട്ടും അറിയാത്തവനാവല്ലേ. കാര്യം എന്തുവാ? നീ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവനാ. പറയുക സ്തോത്രം. വാർദ്ധക്യത്തിൽ ഇനി ഞാൻ പോയി ഒന്നേന്ന് പറഞ്ഞ അമ്മയുടെ അതല്ല, വെള്ളത്താലും ആത്മാവിലുമാക്കി ജനിക്കണം. സ്തോത്രം. സ്നാനപ്പെടുന്നത് സ്തോത്രം സ്തോത്രം കഴിഞ്ഞ സഭകളിലെല്ലാം പലപ്പോഴും പല സഭകളിലെല്ലാം സ്നാനം വെച്ചിട്ടുണ്ട്. സ്നാനം എങ്ങനെയാ സ്നാനപ്പെടുന്നത് എനിക്കറിയത്തില്ല. സ്തോത്രം. പുറമെ പ്രമാണം അനുസരിച്ച് സ്നാനപ്പെടുന്നത്, പക്ഷെ അകമേ ആരുമായിട്ട് സ്നാനപ്പെടുന്നില്ല, ക്രിസ്തുമായിട്ട് സ്നാനപ്പെടുന്നു. ഇന്ന് പല സഭയുടെ അധംബനത്തിന്റെ കാര്യം, പല ദൈവമക്കളുടെ അധംബനത്തിന്റെ കാര്യം. പുറമേയുള്ള സ്നാനമേ ഉള്ളൂ, അകമയുള്ള സ്നാനമില്ല. അകമേ സ്നാനപ്പെടാൻ തയ്യാറായിട്ടാണ് പുറമേ ചെയ്യുന്നത്. അയ്യോ, അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മുടെ രൂപവും ഭാവവും മാറും. ഇല്ലേ? മറ്റേ എത്ര രൂപവും ഭാവവും മാറ്റിയാലും അകത്ത് ക്രിസ്തു ഇല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ സ്വഭാവം എന്ത് ചെയ്യും? അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മളെ ഭാവവും രീതിയും എല്ലാം മാറും. ചിലരെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇത് ദൈവമക്കളായ ഞാൻ, എനിക്കിത് പറ്റത്തില്ല. ഇല്ലേ? പറ്റൂ? സ്തോത്രം. ഒരു കടയിൽ തുണി എടുക്കാൻ പോവുക, ഒരു ഗോൾഡ് കളറെല്ലാം കണ്ട് ഭയങ്കര രീതിയിലുള്ള പട്ട് പോലുള്ള കണ്ടു കഴിഞ്ഞാൽ ദൈവമക്കളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം അവരാദ്യം അതിനകത്ത് കൈ വെക്കുമായിരിക്കും. ആദ്യം കൈവെക്കുന്ന എന്തുവാന്നറിയാമോ? എന്തുവാ? നമ്മളെ ഇരിക്കുന്ന ജഡം. കൈ വെച്ച് കഴിയുമ്പോൾ പറയും ഇത് നമുക്ക് വേണം, നമുക്ക് ഇത് ലൈറ്റ് ആയിട്ടുള്ളത്. അതാരാ പറയുന്നത്? ആത്മാവ് സംസാരം ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ചിലതെല്ലാം ഇട്ടോണ്ട് പോകുമ്പോഴും ചില മനസ്സിനകത്തോണ്ട് ശരിയല്ല. ഇല്ലയോ? നാളെ ഈ കളറുന്ന മാറ്റി നിങ്ങൾ സ്വപ്നമല്ല, അതെല്ലാം നിങ്ങളെ മനസ്സിൽ പോകുന്നിട്ട് ചെയ്യാ. അതൊന്നും അല്ല വിശുദ്ധിയത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഇറച്ചിക്കട ചെന്നിട്ട് ഇറച്ചി മേടിക്കുന്നതിനകത്ത് ഒരു ഇതുണ്ട്. കുളമ്പില്ലാത്ത ഇറച്ചി ഒന്നും മേടിക്കുന്നില്ല. കുളമ്പ് പിളർന്ന ഇറച്ചിയാ ആര് മേടിക്കുന്നത്? ദൈവമക്കളെ നമ്മൾ മേടിക്കുന്നത്. വചനം പറഞ്ഞിട്ടുണ്ട്, എന്തോ ഇറച്ചി തിന്നോ, എന്തോ മീൻ തിന്നോ എന്നല്ല ആര് പറഞ്ഞിട്ടുണ്ട്? ആര് പറഞ്ഞിട്ടുണ്ട്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നുമല്ല, ടേസ്റ്റിനനുസരിച്ചാണ് മേടിക്കുന്നത്. ഇറച്ചി മീൻ നമ്മൾക്ക് തിന്നൂടാ. തിന്നാലെന്താ എന്ന് ചോദിച്ചാൽ മേടിക്കും. സ്തോത്രം. അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. പൈസോ ഞാൻ പലപ്പോഴും ചില കടകളിൽ ചെല്ലുമ്പോഴും അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് മുയലിറച്ചി. എനിക്കത് മേടിക്കാൻ തോന്നിയിട്ടില്ല.
എനിക്ക് അതിന്റെ നിഷ്കളങ്കത കാണുമ്പോഴേ, അതിന്റെ ആ രൂപം കാണുമ്പോഴേ മനസ്സിനകത്ത് ഓർമ്മ വരും, പേടിക്കാൻ തോന്നുന്നു. കുളമ്പുള്ളത്, പിളർന്നത്. സ്തോത്രം. ഇന്ന് പുതിയ നിയമസഭയ്ക്കകത്ത് സ്തോത്രം ഹല്ലേലൂയ ദൈവമക്കൾ പറയുന്നത് പന്നി ഇറച്ചി കൂട്ടാം. പഴയ നിയമത്തിൽ പന്നി കൂട്ടല്ലേ, ആ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പന്നി കൂട്ടല്ലേ. നീ പന്നിയായി പോത്തേ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ പന്നിയാ. അതിന്റെ കൂടെ പന്നിയോട് നിന്നെ നീ പന്നിയായി പോത്തേ ഉള്ളൂ. അല്ലാതെ എത്ര ഇറച്ചി തിന്നാൻ തന്നിട്ടുണ്ട്, എന്നാലും ഈ പന്നിയെ കൂട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലവരുടെ നിർബന്ധമാണ് അതേ കഴിക്കുന്നുള്ളൂ. പഴയ നിയമത്തിനകത്ത് എഴുതിയിട്ടുണ്ട് പന്നിയിറച്ചി നമ്മൾ കൂട്ടിക്കൂടാ. പുതിയ നിയമത്തിനകത്ത് എല്ലാം ദൈവം ശുദ്ധീകരിച്ചതാ കഴിക്കാറുണ്ട്. അത് വെച്ചോണ്ട് ആ വാക്യം പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു പ്രവൃത്തി ദൈവമായിട്ടില്ല. പക്ഷെ ഈ പന്നി ഇന്നതിനകത്ത് വാക്യം വെച്ചോണ്ട് വേറെ ദൈവമായിട്ട് വചനപ്രകാരമായ ഒരു ജീവിതമില്ല. പക്ഷെ പന്നി കഴിക്കാൻ നേരം വചനം വെച്ചോണ്ട് പന്നി കഴിക്കുന്നത് പന്നിയെ കൊല്ലുന്ന പന്നി കഴിക്കത്തില്ല. പന്നിയെ കൊല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ കഴിക്കത്തില്ല. പന്നി എന്ന് പറയുന്നത് വാടുകൊണ്ട് അർത്ഥമല്ല കൊല്ലുന്നത്, തലയ്ക്ക് കൂടം വെച്ച് അയച്ചാ കൊല്ലുന്നത്. അതിന്റെ ആ പന്നി വളർത്തുന്നിടത്തുനിന്ന് ആ കൂടം വെച്ച് അഴിക്കുന്നതിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നീ പന്നി കഴിക്കത്തില്ല, തുടത്തില്ല. ദൈവം കഴിക്കാൻ വന്നിട്ടുണ്ട്, അതൊന്നും അല്ല വേണ്ടത്. കഴിക്കണ്ടാതെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇവനൊന്നും ഒരിക്കലും ഗുണപ്പെടുത്തില്ല. നീ കീഴ്പ്പെടാതെ നിന്റെ മനസ്സിനെ കീഴ്പ്പെടും. സ്തോത്രം. നീ ഒരിടത്ത് നിന്ന് അറിയാതെ ഒരു പന്നി ഇറച്ചി ഓക്കെ, ദൈവം അത് ക്ഷമിക്കും. പന്നി കഴിക്കുന്ന കുഴപ്പമില്ലെന്ന് പറയുന്നത് മസ്ലി വിടുന്നതാ. നിനക്കല്ലാതെ ദൈവം എത്രയോ തന്നിട്ടുണ്ട്, നല്ലത് തന്നിട്ടുണ്ട്, നല്ലതിന് തന്നിട്ടുണ്ട്. പന്നി എന്ന് പറയുന്ന വൃത്തിയുടെ തിന്നുന്ന സാധനമാണ്, വൃത്തിയുടെ സാധനം. ദൈവം ശുദ്ധീകരിച്ചതെന്ന് അനേകമുണ്ട്. നിക്കോദോസിനോട് കർത്താവ് പറഞ്ഞു ഇതെല്ലാം നിനക്ക് അറിയാം, ഇതെല്ലാം അറിയാവുന്ന നീ. വീണ്ടും ജനനം കർത്താവ് പറഞ്ഞു വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്തവൻ ആർക്കുള്ളതല്ല, ദൈവത്തിനുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ, ഹൃദയം കൊണ്ടാണ് വീണ്ടും ജനിക്കേണ്ടത്, പുറമേ മാത്രമല്ല. ഹൃദയം കൊണ്ട് വീണ്ടും ജനിക്കുന്നവൻ പുറമേ പെടും. അല്ലാതെ ഇന്ന് പെടുന്നത് മൊത്തം പുറമേ ഉള്ളൂ. പാസ്റ്റർ കുറെ വചനം പറയും, പാസ്റ്റർ പറയുന്നു തലയാട്ടുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു, അല്ല രക്ഷിക്കപ്പെട്ടു മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു പോയി സ്നാനപ്പെട്ടു. അവനെ അല്ല ദൈവത്തിന് വേണ്ടത്. ഹൃദയം കൊണ്ട് നീ ആദ്യം എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, പാപത്തിൽ നിന്ന് വിട്ടുവരണം. പുതിയതായി കഴിഞ്ഞാൽ നീ പുതിയതായി മാത്രമേ നിനക്ക് ബന്ധമുള്ളൂ. പഴയതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേർക്കാൻ പറ്റത്തില്ല. ഞാൻ സ്വന്തം പലപ്പോഴും ക്രിസ്റ്റിയോടെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനെയായി കർത്താവിന്റെ വേലക്കായി മേടിച്ച് വേറെ ധരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കമ്പനികൾക്കെല്ലാം ഒരു അതിരിട്ടു. കൂട്ടുകാർ ഇല്ലെന്നല്ല, സുഹൃത്ത് ബന്ധം ഇല്ലെന്നല്ല, എല്ലാവർക്കും ഒരു അതിരിട്ടു. അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്യത്തില്ല, ഞാൻ പോകത്തില്ല. അവർക്ക് തന്നെ അറിയാം ഈ അതിനപ്പുറത്തോട്ട് നീ എത്ര വിളിച്ചാലും വരത്തില്ല. വരുമായിരുന്നു എന്നാ ദൈവത്തെ അറിയാത്ത സമയം. ദൈവത്തെ അറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ബന്ധം എനിക്ക് ഒരിക്കലും നന്മ തരത്തില്ല. ഈ ബന്ധം ഒരിക്കലും ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ല. ഈ ബന്ധം ബന്ധമായിട്ട് നിന്നോട്ട്, പക്ഷെ ആ ബന്ധത്തിനകത്ത് കൂടാൻ പോകും. അതേപോലെ നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ പല കാര്യത്തിനകത്തും എന്ത് ചെയ്യണോ, അതിരിക്കണോ. അത് ആര് ചെയ്യുന്നോ ചെയ്യാത്തല്ല, എനിക്ക് പറ്റാത്ത കാര്യത്തിലുള്ളൂ. ആരോടും വൈരാഗ്യവും കാണരുത്, ദേഷ്യവും കാണരുത്. സ്തോത്രം. ഞാൻ എന്റെ ആയിട്ടുള്ള രീതി എന്തിക്കണോ, മാറിപ്പോകണം. ആ മാറിപ്പോവാൻ ദൈവം നിനക്ക് ബുദ്ധി ജ്ഞാനം തന്നെ. വീണ്ടും ജനനം എന്ന് പറഞ്ഞിരിക്കുന്നു, വെള്ളത്താലും ആത്മാവിലാലും നീ വീണ്ടും ജനിച്ചവനാ, ദൈവത്തിന്റെ പൈതല. ഹൃദയം കൊണ്ട് നീ ദൈവത്തിന്റെ പൈതല. നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലോക ജഡത്തിന് മുഖ്യസ്ഥാനം കൊടുത്ത് ജഡപ്രകാരം എന്തിയല്ലേ ജീവിക്കരുത്. നീ വീണ്ടും ജനിച്ചൊരു ദൈവ പൈതൽ ആത്മാർത്ഥമായിട്ട് ദൈവസ്ഥിതി ഇറങ്ങി കഴിഞ്ഞാൽ ജഡം പിന്നെ അവനെ പറ്റത്തില്ല. പണ്ട് ചീത്ത വിളിക്കുന്ന സുഹൃത്തുക്കളടുത്ത് പോയി നിന്നാൽ ചീത്ത വിളിയെല്ലാം കേട്ടാൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ആത്മാവി ജനിച്ചെങ്കിൽ പിന്നെ ചീത്ത വിളിയേക്കും നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് മനസ്സിലാവും ഈ കമ്പനി വേണ്ട, ഈ കമ്പനി എനിക്ക് മുന്നോട്ട് പോയി ശരിയാവും. നമ്മൾ മാറി മാറി നിൽക്കും. ചിലർ പറയുന്നതുകൊണ്ട് അവൻ മാറി മാറി നിൽക്കും. കാര്യം എന്തോ, വീണ്ടും ജനിച്ചോ, ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞ് അവരോട് തലഞ്ഞ് അവരോട് ദേഷ്യം കാണിക്കുമല്ല, നമ്മൾ മാറിപ്പോകും. അവൻ എപ്പോഴും നമ്മളോട് സ്നേഹവും കാണും.
പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ പല സ്നേഹത്തിനകത്ത് എന്ത് ചെയ്യത്തില്ല, നമ്മൾ കാണുന്നു. കാര്യം വീണ്ടും ജനം. ഇന്ന് ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയുന്നു. നമ്മൾ വീണ്ടും ജനിച്ചവർ, നമ്മൾ ഹൃദയം കൊണ്ട് വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവത്തെ ഒന്നും പ്രാപിക്കാൻ പറ്റില്ല. നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ സന്നിധി വീണ്ടും ജനിച്ചവരാണെങ്കിൽ മാത്രമേ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാറുള്ളൂ. ഹൃദയം കൊണ്ട് വീണ്ടും ജനിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമൈതല്ലേ ആരും കൈവിടത്തില്ല, കർത്താവ് കൈവിടത്തില്ല. നിക്കോദെമോസിനോട് ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നുണ്ട്, നീ പുരോഹിതനല്ലായിരുന്നു, നീ പഠിപ്പിക്കുന്നവനല്ലായിരുന്നു, ദൈവവചനം പഠിപ്പിക്കുന്നവനല്ലായിരുന്നു, പിന്നെ നിനക്കെന്താ ഈ വീട് ജനത്തെ മനസ്സിലാവാൻ കഴിയാതെ? നീ അത്ഭുതത്തെ അടയാളത്തെ ഏറ്റെടുക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു, പക്ഷെ നിനക്ക് വീണ്ടും ജനിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ജനിച്ചില്ല എങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും പുറമെയല്ല അകമേ. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ അകമേ ജനിക്കുന്നവൻ പുറമേ ജനിക്കും. അല്ലാതെ പുറമേ ജനിക്കുന്നവൻ അകത്ത് ജനിക്കത്തില്ല. അകമത്തുനിന്ന് ജനിക്കുന്നവൻ പുറത്തും ജനിക്കും. അവൻ എവിടെ യേശു ക്രിസ്തുവിനെ ഉയർത്തും, ദൈവത്തിന്റെ സാക്ഷിയാവും. അവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന്. ഇത് ജനനം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയല്ല ദൈവമക്കളെ, നമ്മളെ ആള് മാറുമോ? നമ്മളെ ആള് മാറ്റി, നമ്മൾ ആള് മാറി, പൂർണ്ണമായി മാറി. നമ്മൾ ആരെയായി? ക്രിസ്തുവിന്റെ ആയി. നമുക്കൊരു നായകനേ ഉള്ളൂ, നമുക്കൊരു യജമാനനേ ഉള്ളൂ, നമുക്കൊരു പ്രഭുവേ ഉള്ളൂ. നമ്മൾ ആരെയായി? ക്രിസ്തു യേശുവിന്റെ. അങ്ങനെ നിൽക്കുന്ന ദൈവമക്കളെ പിശാച് ചെയ്യത്തില്ല, തൊടത്തില്ല. കാര്യം നമ്മുടെ പേര് ആരുടെ പേരിലായി? ജീവന്റെ പുസ്തകത്തിലായി. ജീവന്റെ പുസ്തകത്തിലായി. ജീവന്റെ പുസ്തകത്തിലായി. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടവൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ദൈവത്തിന്റെ പൈതലായി തീർന്ന് ദൈവത്തിന്റെ പൈതലായി കടന്നു വന്നിട്ട് ദൈവത്തിന്റെ പൈതലായുള്ള പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് നീ മായ്ച്ചു. ഇന്ന് പലരെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു. പല സഭയുടെ ലീഡർമാരുടെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു. ഇന്ന് സഭയ്ക്കകത്ത് പ്രതിപുരുഷനെ തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിനായി ഓരോരുത്തരെ തെരഞ്ഞെടുക്കുമ്പോൾ പുറമേ ഉള്ളത് കണ്ടാണ് തെരഞ്ഞെടുക്കുന്നത്. അതിനു മുമ്പ് ഭക്തന്മാർ ദൈവസഭയ്ക്കകത്ത് തെരഞ്ഞെടുക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവനെയാണ് തെരഞ്ഞെടുക്കുന്നത്. അഭിഷേകമുള്ളവനെ തെരഞ്ഞെടുത്താനുള്ള ഗുണമെന്തുവാ? ലീഡർഷിപ്പിൽ അഭിഷേകമുള്ളവൻ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഇന്ന് മനസ്സിലാക്കാത്ത അഭിഷേകമില്ല. കാര്യം എന്തുവാ? തെരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാം പുറമേ ഉള്ളവനെയാണ്. പുറമേയുള്ള അധികാരം കണ്ട്, പുറമേയുള്ള രൂപം കണ്ട്, പുറമേയുള്ള പണം കണ്ട്, പുറമേയുള്ള ജോലി കണ്ടാ തെരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുക്കുന്നതല്ല ദൈവസഭ. ദൈവസഭ എന്ന് പറയുന്ന ഒരു പരിശുദ്ധാത്മാവിന് അഭിഷേകമുള്ളവരെ തെരഞ്ഞെടുക്കുന്നത്. അഭിഷേകമുള്ള സഭ, അഭിഷേകമുള്ളവരെ തെരഞ്ഞെടുത്താൽ ആ സഭയ്ക്കകത്ത് അഭിഷേക വളർച്ചയുണ്ടാവും, നന്മയുണ്ടാവും. അതിനകത്ത് ആർക്കും കയറാൻ പറ്റത്തില്ല. ഒരു ശത്രുവായ പിശാചിന്റെ തന്ത്രത്തിനും അതിനെ ജയിക്കുവാൻ കഴിയാതെ. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഏലിയാവ് ദൈവത്തിന് പ്രാപിച്ചത്, എലീശ ദൈവത്തിന് പ്രാപിച്ചത്, ഏലിയാവ് പറയുന്നത് കേട്ട് ഏലിയാവ് അവനെ തഴഞ്ഞിട്ട് തഴയാതെ അവൻ ഏലിയാവിനെ പിന്നാലെ പോയി കഷ്ടപ്പെട്ട് ഉറക്കോ ഊണെല്ലാം മാറ്റി ഏലിയാവ് എന്ത് ചെയ്യുന്നു, ഏലിയാവ് എവിടെ പോകുന്നു അതിനോടൊപ്പമല്ല അവനെ തഴഞ്ഞിട്ട് പോലും അവന് മാറാതെ അതിനകത്ത് ഉറച്ചു നിന്നതുകൊണ്ടാണ് അവന് അനുഗ്രഹം, ഇരട്ടി പങ്കിന്റെ അനുഗ്രഹം ആർക്ക് പ്രാപിക്കാൻ പറ്റിയത്? എലീശയ്ക്ക് പ്രാപിക്കാൻ പറ്റിയത്. ഇത് പ്രിയ മക്കളെ, വില കൊടുത്താൽ ദൈവസന്നിധി വില കൊടുക്കുന്ന ഓരോ വിലയും ആർക്ക് പ്രാധാന്യമാണ്? ദൈവത്തിന് പ്രാധാന്യമാണ്. മാനുഷ്യ ചിന്തകളെല്ലാം ഇന്ന് പകലൊന്ന് തകർത്തുകളാണ്. മാനുഷ്യ ചിന്തകളെല്ലാം ഇന്ന് പകലൊന്ന് തകർത്തുകളാണ്. ദൈവസ്ഥലിലേക്കൊന്ന് പൂർണ്ണമായി വില കൊടുത്ത് ഇന്ന് പകൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവട്ടെ. ഇന്ന് ഓരോ കുടുംബത്തെ കർത്താവ് ഒന്ന് തൊടട്ടെ. ആ ദൈവസാന്നിധ്യത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, നന്മ പ്രാപിക്കുവാൻ, വാഗ്ദത്തം പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ എനിക്കും എന്റെ കുടുംബത്തിനും എന്താ കർത്താവേ തടസ്സം? ഇന്ന് പകൽ ആ തടസ്സം ഒന്ന് മാറട്ടെ. ആ ശത്രുവായ പിശാചിന്റെ കോട്ടകളിൽ നിന്ന് പകൽ തകർന്ന് മാറട്ടെ. അവന്റെ തന്ത്രവും പ്ലാനും തകർന്ന് മാറട്ടെ. എന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കണം. എന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കണം. ഇന്ന് ഓരോ കുടുംബവും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ ബാധകയാൽ നീ തകർന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് പകല ബാധയെ നിങ്ങൾ തകർക്കുന്നത്